Hi everyone, very good evening to all, and this is Vishnu Dattan, a program manager from Kannur, and I would like to use this wonderful occasion to invite you all to our online classroom platform. Today we have an eminent faculty, Mr. Girish PR, for handling the session DC motor for the electrical engineering students of Polytechnic, and I would like to give you a small piece of information about our faculty. He is a graduate in electrical and electronics engineering, and completed his graduation from College of Engineering Trivandrum, and also he is an alumni of IIT Roorkee. He did his post graduation in drives and power electronics. Also he is currently working in Government Polytechnic College Kottayam. So I would like to welcome our faculty to this platform. Sir, welcome to the platform. Now I'm transferring the session to our faculty, Girish sir. So, sir, you can start your session. Students, please pay attention. Thank you, Pranav. Okay, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കാണ് ഇതിലുള്ള DC മോട്ടറിന്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ, ടോർക്ക് ഇക്വേഷൻ, വോൾട്ടേജ് ഇക്വേഷൻ, പിന്നെ സ്റ്റാർട്ടറുകളെ കുറിച്ചൊരു ബ്രീഫ് ഐഡിയ. ഫസ്റ്റ് ഓഫ് ഓൾ, DC മോട്ടർ ഫോർ ദാറ്റ് മോട്ടറുകളെല്ലാം ചെയ്യുന്നത് ജനറേറ്ററിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ആദ്യത്തെ 2 മോഡൽ ജനറേറ്റർ കവേർഡാണ്. ജനറേറ്റർ നോർമലി ചെയ്യുന്നത് മെക്കാനിക്കൽ എനർജി ഇൻപുട്ട് ആയി സ്വീകരിച്ചതിന് ശേഷം ഔട്ട്പുട്ടിൽ ഇലക്ട്രിക്കൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്നു. മോട്ടർ നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ ഇലക്ട്രിക്കൽ ഇൻപുട്ട് കൊടുക്കുന്നു, മെക്കാനിക്കൽ എനർജി ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നു. നിങ്ങൾ കൊടുക്കാൻ പോകുന്ന സപ്ലൈ DC ആവാം, AC ആവാം, ഏത് സപ്ലൈ വേണേൽ കൊടുക്കാം. അപ്പം DC മോട്ടറുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ കൊടുക്കാൻ പോകുന്ന ഇൻപുട്ട് സപ്ലൈ എന്ന് പറഞ്ഞാൽ DC ആയിരിക്കും. ഓക്കെ, ജനറേറ്ററിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്തായിരുന്നു, അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നമുക്ക് മോട്ടറിന്റെ പ്രിൻസിപ്പിൾ പഠിക്കാം. ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടറിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിന്റെ ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ ആ കണ്ടക്ടറിൽ നിന്ന് നിങ്ങൾക്ക് EMF, ഇൻഡ്യൂസ്ഡ് EMF നിങ്ങൾക്ക് ടാപ്പ് ചെയ്യാം. ഓക്കെ, ആ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF നിങ്ങൾക്ക് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കുകയും ചെയ്യാം. ഒന്നുകൂടെ പറയാം, DC മോട്ടറിൽ DC ജനറേറ്റർ ആയിരുന്നപ്പോൾ നിങ്ങൾക്ക് വർക്കിംഗ് പ്രിൻസിപ്പിൾ സിമ്പിൾ ആയിരുന്നു. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു കണ്ടക്ടറിനെ റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ടക്ടറിൽ നിന്ന് നിങ്ങൾക്ക് EMF പുറത്തേക്ക് എടുക്കാം. അതിന്റെ ഡയറക്ഷൻ ഓഫ് EMF നിങ്ങൾക്ക് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ വഴി ഒബ്റ്റെയിൻ ചെയ്യും. മോട്ടറിന്റെ പ്രിൻസിപ്പിൾ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടക്ടറിനെ വെച്ചതിന് ശേഷം ആ കണ്ടക്ടറിലൂടെ നിങ്ങൾ കറണ്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ ആ കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ നിങ്ങൾക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പിൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതാണ് ഇവിടെ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. വെൻ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ദ കണ്ടക്ടർ എക്സ്പീരിയൻസസ് എ മെക്കാനിക്കൽ ഫോഴ്സ്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കാൻ നമുക്ക് 2 സിമ്പിൾ ഫിഗേഴ്സ് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഫിഗർ A നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, 2 പെർമനന്റ് മാഗ്നറ്റ്, ഒരു നോർത്ത് പോൾ സൗത്ത് പോളുള്ള പെർമനന്റ് മാഗ്നറ്റിൽ പെർമനന്റ് മാഗ്നറ്റ് ശ്രദ്ധിക്കുക. അതിലെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്. ഓക്കെ, നോർത്ത് ടു സൗത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഫിഗർ A കാണിച്ചിരിക്കുന്നതാണ്. ഇനി നിങ്ങൾ റെഡ് ലൈനിൽ കാണുന്നതാണ് കണ്ടക്ടർ. ഓക്കെ, കണ്ടക്ടർ. ഇനി കണ്ടക്ടറിലൂടെ നിങ്ങൾ കറണ്ട് കടത്തി വിട്ടാൽ, ഓക്കെ, കണ്ടക്ടറിൽ കൂടെ കറണ്ട് നിങ്ങൾ കടത്തി വിട്ടാൽ കറന്റ് ക്യാരിങ് കണ്ടക്ടറും ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫ്ലക്സിന്റെ ഡയറക്ഷൻ ആണ് ഫിഗർ ബിയിൽ കൊടുത്തിരിക്കുന്നത്. ഫിഗർ എയിൽ കൊടുത്തിരിക്കുന്നത് ഒരു പെർമനന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. ഫിഗർ ബിയിൽ ഒരു കണ്ടക്ടർ എലോൺ ആക്ട് ചെയ്യുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും എന്നാണ്. അപ്പോൾ കറണ്ട് നോർമലി ഒരു കോയിലിൽ കൂടെ കടത്തി വിടുമ്പോൾ കോയിലിന് നോർമലി 2 സൈഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ നോർത്ത് പോളിന് അടുത്തുള്ള കോയിലിൽ കണ്ടക്ടറിൽ നിങ്ങൾ കറണ്ട് കടത്തി വിടുന്നത് ടുവേർഡ്സ് യു ആണ്. എന്ന് പറഞ്ഞാൽ ഡോട്ടും ക്രോസും ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഒരു പച്ച കുത്ത്, ഒരു പച്ച ക്രോസും കാണാൻ പറ്റും. അത് രണ്ടും കാണിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഡയറക്ഷൻ ആണ്. ഓക്കെ, എങ്ങനെ കറണ്ട് ഡയറക്ഷൻ ഡോട്ടും ക്രോസും, അതായത് നിങ്ങളൊരു അമ്പ് ചെയ്യുകയാണെങ്കിൽ, ഒരു ആരോ നിങ്ങൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ആരോ നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾ കാണുന്ന ആരോയുടെ ബാക്ക് സൈഡ് ആയിരിക്കും. അതായത് ഒരു ക്രോസ്. അതുകൊണ്ടാണ് ഈ സൗത്ത് പോളിൻ്റെ അടുത്ത് ക്രോസ് മാർക്കുന്നത്. അതായത് അവിടെ കറണ്ട് പോകുന്നത് ഉള്ളിലേക്കാണ്,
നോർത്ത് പോളിന് അടുത്തുള്ള കണ്ടക്ടറിൽ ഡോട്ടാണ് കാണിക്കുന്നത്. അതിനർത്ഥം ആരോ നിങ്ങളുടെ നേരെ വരികയാണ് എന്ന് പറഞ്ഞാൽ കറണ്ട് നിങ്ങളുടെ നേരെ വരികയാണ്. ഓക്കെ, ഇനി മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. അതായത് തമ്പ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണെങ്കിൽ ബാക്കിയുള്ള ഫിംഗേഴ്സ് ഡയറക്ഷൻ ഓഫ് ഫ്ലക്സ് തരും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാവും, നോർത്ത് പോളിന് അടുത്തുള്ള കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫ്ലക്സിന്റെ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസും സൗത്ത് പോളിന് അടുത്തുള്ള കണ്ടക്ടറിൽ ഉണ്ടാകുന്ന ഫ്ലക്സിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസും ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് നോർത്ത് പോളിന് അടുത്തുള്ള കണ്ടക്ടറിൽ തമ്പ് പുറത്തേക്കാണ് വരുന്നത്, പുറത്തേക്ക് മീൻസ് നിങ്ങളുടെ നേരെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സിന്റെ ഡയറക്ഷൻ ഒബ്വിയസ്ലി ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. സൗത്ത് പോളിലാണെങ്കിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ഈ മെയിൻ ഫീൽഡും ഈ ഫീൽഡും ഇനി ഒരുമിച്ച് ആക്ട് ചെയ്യാൻ പോവുകയാണ്. ഒരുമിച്ച് ആക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. നോർത്ത് പോളിന്റെ അടുത്തുള്ള കണ്ടക്ടറിന്റെ തൊട്ട് മുകളിൽ മെയിൻ ഫ്ലക്സും കണ്ടക്ടർ ഉണ്ടാക്കുന്ന ഫ്ലക്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, രണ്ടാരെ ഓപ്പോസിറ്റ് ആണ്. അതുപോലെ ഈ കണ്ടക്ടറിന്റെ തൊട്ട് താഴെ രണ്ടും സെയിം ഡയറക്ഷൻ ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഫ്ലക്സ് കുറയും. അതായത് കണ്ടക്ടറിന്റെ തൊട്ട് മുകളിൽ ഫ്ലക്സ് കുറയുകയും കണ്ടക്ടറിന്റെ തൊട്ട് താഴെ ഫ്ലക്സ് കൂടുകയും ചെയ്യും. അതേപോലെ തന്നെ സൗത്ത് പോളിന്റെ അവിടെ നിങ്ങൾ ജസ്റ്റ് ഫിഗർ കമ്പയർ ചെയ്താൽ മനസ്സിലാവും, സൗത്ത് പോളിലുള്ള കണ്ടക്ടറിന്റെ തൊട്ട് മുകളിൽ ഫ്ലക്സ് കൂടുതലും താഴെ കുറവുമായിരിക്കും. ഓക്കെ, ഈ ഫിഗറിൽ എവിഡന്റ് ആണ്, താഴെ ഫ്ലക്സ് കൂടുതലാണ്, ഇവിടെ മുകളിലാണ് ഫ്ലക്സ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി, താഴെ ഒരുപാട് ഒരു വെയിറ്റ്, താഴെ ഒരു വലിയ ഭാരം ഉണ്ടെങ്കിൽ അത് ഈ കണ്ടക്ടറിനെ മുകളിലേക്ക് പുഷ് ചെയ്യും. അതുപോലെ ഈ കണ്ടക്ടറിനെ ഈ വലിയ പ്രഷർ, ഫ്ലക്സ് കാരണം ഉണ്ടായ പ്രഷർ ഇതിനെ താഴേക്ക് പുഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ കറന്റ് ക്യാരിങ് കണ്ടക്ടറിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ ഈ കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഡി സി മോട്ടറിന്റെ പ്രിൻസിപ്പിൾ ഇതായിരുന്നു, ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തു, അത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അത് ഒരു പർട്ടിക്കുലർ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡയറക്ഷൻ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചത് ഫ്ലക്സിന്റെ 3 ഫിഗർ ഉപയോഗിച്ചാണ് കണ്ടുപിടിച്ചത്. ഇതെപ്പോഴും ഇത് ചെയ്യാനായി സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താണെന്ന് പറയുന്നത് നോക്കാം. റൈറ്റ് ഹാൻഡ് റൂൾ പോലെ തന്നെ സെയിം ആണ്. 3 ഫിംഗേഴ്സ്, തമ്പ്, മിഡിൽ ഫിംഗർ, ഫോർ ഫിംഗർ, ഇത് 3 ഉപയോഗിക്കുന്നത്. തമ്പ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് തരും, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നിങ്ങളുടെ ചൂണ്ടുവിരൽ തരും, മിഡിൽ ഫിംഗർ ഡയറക്ഷൻ ഓഫ് കറണ്ട് തരും. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഫോഴ്സും കണ്ടുപിടിക്കും. ഈ കാണുന്ന ഫിഗറിൽ നോക്കുക, ഈ കാണുന്ന ഫിഗറിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 2 പെർമനന്റ് മാഗ്നറ്റ് ഇടയിൽ ഒരു കണ്ടക്ടർ വെച്ചിരിക്കും. ഓക്കെ, ഇനി ആ കണ്ടക്ടറിന്റെ ലേക്ക് നിങ്ങൾ കറണ്ട് കടത്തുന്നു. അങ്ങനെയാണെങ്കിൽ കണ്ടക്ടർ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ A to B ആണ് കറണ്ട് കടത്തിവിടുന്നത്, ഇവിടെ C to D ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സൗത്ത് പോളിന്റെ അടുത്ത് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, മുകളിലേക്കായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് നോർത്ത് പോളിനടുത്ത് നോക്കാവുന്നതാണ്. നിങ്ങൾ ആകെയുള്ള വ്യത്യാസം കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെ ആവും, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റിമെയിൻ സെയിം, തമ്പ് താഴോട്ട് പോയിന്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ മോട്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായി നിങ്ങൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചാൽ മതി. ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു മോട്ടർ വർക്കിംഗ് ഇത്രയും. പക്ഷെ ഒരു പ്രാക്ടിക്കൽ DC മോട്ടോർ കൺസ്ട്രക്ഷൻ, നിങ്ങൾ പ്രാക്ടിക്കൽ DC ജനറേറ്ററിന്റെ കൺസ്ട്രക്ഷൻ പഠിച്ച പോലെ ഇത്ര മാത്രമല്ല ഉള്ളത്. അതിന് അഡീഷണൽ ആയിട്ട് 2-3 കമ്പോണൻസ് കൂടെ ഉണ്ട്. 2-3 5-6 മെയിൻ കമ്പോണൻസ് ഉണ്ട്. ജനറേറ്ററിന്റെ, ഒരു മോട്ടറിനെ ജനറേറ്ററായിട്ടും ഒരു മെഷീനെ DC മെഷീനെ മോട്ടറായിട്ടും ജനറേറ്ററായിട്ടും റൺ ചെയ്യാം. അപ്പോൾ രണ്ടിന്റെ കൺസ്ട്രക്ഷൻ സിമിലർ ആണ്. എന്നാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ ഇനിഷ്യലി നമ്മളിവിടെ ഉപയോഗിച്ചത് പെർമനന്റ് മാഗ്നറ്റുകളായിരുന്നു. ഈ ഫിഗർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 2 ഉപയോഗിച്ച പെർമനന്റ് മാഗ്നറ്റുകൾ. പക്ഷേ പെർമനന്റ് മാഗ്നറ്റ് കുഴപ്പമുണ്ട്, നിങ്ങളുടെ ഫ്ലക്സ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതായത് കുറയ്ക്കാനൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിലേക്ക് പോകും. ഇലക്ട്രോ മാഗ്നറ്റിൽ ഈ കാണുന്ന ഫിഗറിൽ ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു പോൾ എടുത്തിട്ടുണ്ട്. ആ പോളിൽ നമ്മളാണ് വൈൻഡിങ് ചുറ്റുന്നത്. ആ വൈൻഡിങ്ങിനകത്തൂടെ കറണ്ട് കടത്തി പോകുമ്പോൾ അത് ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, വൈൻഡിങ് പ്ലേസ് ചെയ്യുന്ന ആ പോർഷൻ, അതാണ് പോൾ. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോൾ ഷൂ ഉണ്ട്. അപ്പോൾ ഒരു പോളുകളെ നമുക്ക് ഫ്രീ ആയിട്ട് എയറിൽ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പോളുകളെ അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മളൊരു ഔട്ടർ കവറിങ് യോക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്, ഞാനൊരു
പോളുകൾ അറ്റാച്ച് ചെയ്യാനായിട്ട് ഒരു യോക്കുണ്ട്. അതുകൂടാതെ താഴെ ഒരു പോൾ ഷൂ, അതിന് ഒരു വൈൻഡിങ് ഉണ്ട്, അതിൽ വൈൻഡിങ് ചുറ്റിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം താഴേക്ക് വരികയാണെങ്കിൽ ആർമേച്ചർ. അതായത് ഇതാണ് മെയിൻ ഫ്ലക്സ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ കോറും കോറിലുള്ള ഫീൽഡ് വൈൻഡിങ് ചേർന്നാണ് മെയിൻ ഫ്ലക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി കറന്റ് ക്യാരിങ് കണ്ടക്ടർ വേണം. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടത് ഒരു സിംഗിൾ ലൂപ്പ് ഓഫ് കണ്ടക്ടർ ആയിരുന്നു. ഇവിടെ സിംഗിൾ ലൂപ്പ് ഓഫ് കണ്ടക്ടർ അല്ല ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് മോർ ദാൻ വൺ കണ്ടക്ടറാണ്. ഒന്നിൽ കൂടുതൽ കണ്ടക്ടറുകൾ DC ജനറേറ്ററിലെ പോലെ തന്നെ സെയിം കൺസ്ട്രക്ഷൻ, സ്ലോട്ടുകളിൽ കണ്ടക്ടർ എംബഡഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ വൈൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് രീതി വൈൻഡ് ചെയ്യാം. ലാപ്പ് വൈൻഡിങ് ആയോ വേവ് വൈൻഡിങ് ആയോ വൈൻഡ് ചെയ്യാം. അതിനുശേഷം ആ വൈൻഡിങ്ങിന്റെ എൻഡ്സ് എല്ലാം നമ്മൾ കമ്മ്യൂട്ടേറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്നു. കമ്മ്യൂട്ടേറ്ററിൽ ബ്രഷുമായി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബേസിക് വർക്കിംഗ്. ഇതിനകത്ത് ഇനി ഓരോ കമ്പോണൻസിന്റെയും ഫംഗ്ഷൻ പറയാം. അപ്പം ഒരു ഫംഗ്ഷൻ നിങ്ങളുടെ ആദ്യം നമ്മൾ യോക്ക് തന്നെ എടുക്കാം. ഔട്ടർ ബോഡിയാണ് യോക്ക്. അതിന്റെ മെയിൻ ഒരു ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു, കോർ അറ്റാച്ച് ചെയ്യുക. മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ ഇത് ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. മെക്കാനിക്കൽ സപ്പോർട്ട്, അതുകൂടാതെ ഒരു ഔട്ടർ കവറിംഗ് എന്നുള്ള പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യും. അതുകൂടാതെ യോക്ക് ഒരു ഫ്ലക്സിന് പാത്തും കൂടെ കൊടുക്കും. ആ ഫ്ലക്സിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, നോർത്ത് ടു സൗത്ത്. അപ്പോൾ ഫ്ലക്സിന് തിരിച്ച് ക്ലോസ്ഡ് പാത്താണ് ഫ്ലക്സ് നോർമലി. അപ്പോൾ ആ ക്ലോസ്ഡ് പാത്തിനുള്ള ഡയറക്ഷനും യോക്കിൽ കൂടാണ്. ഓക്കെ, അതാണ് യോക്കിന്റെ മറ്റൊരു ഫംഗ്ഷൻ. അപ്പോൾ ഓരോ കമ്പോണന്റ് ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, മെയിൻ ആയിട്ട് 6 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഉണ്ട്. യോക്ക്, പോൾ കോർ, പോൾ ഷൂ, ഫീൽഡ് വൈൻഡിങ്, ആർമേച്ചർ, കമ്മ്യൂട്ടേറ്റർ, ബ്രഷസ്. അപ്പോൾ യോക്കിന്റെ 2 ഫംഗ്ഷൻസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇറ്റ് ആക്ട്സ് ആസ് ഔട്ടർ സപ്പോർട്ട്, provides path for magnetic flux. പോൾ കോർ ആൻഡ് പോൾ ഷൂ, ഫീൽഡ് വൈൻഡിങ് അതിന് മുകളിലാണ് ചുറ്റിയിരിക്കുന്നത്. ദ വൈൻഡിങ് ഈസ് ബൗണ്ട് ഓവർ ദി പോൾസ് പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫ്ലക്സ് വെൻ ദി ഫീൽഡ് വൈൻഡിങ് ഈസ് എക്സൈറ്റഡ്. ഓക്കെ, ഈ ഫീൽഡ് വൈൻഡിങ് നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് ചുറ്റുന്നത്. അതിനകത്തുള്ള കറണ്ട് കടത്തിക്കൊണ്ട് നിങ്ങൾക്ക് മെയിൻ ഫീൽഡ് ഒബ്റ്റെയിൻ ചെയ്യും. ആർമേച്ചറിലെ ആർമേച്ചർ കോറിനകത്ത് സ്ലോട്ടഡ് ആയിട്ടുള്ള ലാമിനേഷൻസ് ഉണ്ട്. അതിനെ സ്റ്റാക്ക് ചെയ്ത് ആർമേച്ചർ ഉണ്ടാക്കി. ലാമിനേഷൻ ചെയ്യുന്നത് എഡ്ഡി കറന്റ് ലോസ് കുറയ്ക്കാനായിട്ടാണ്. അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ സിലിക്കൺ സ്റ്റീൽ. ജനറേറ്ററിലെ സെയിം തന്നെ. ഓക്കെ, ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഇന്റർ കണക്ട് ചെയ്യാനായിട്ട് ആർമേച്ചർ വൈൻഡിങ് ഉണ്ട്. ആ വൈൻഡിങ് 2 ടൈപ്പ് ഉണ്ട്, ലാപ്പും വേവും. ലാപ്പ് വൈൻഡിങ്ങിലും വേവും തന്നെയുള്ള പ്രിൻസിപ്പൽ ഡിഫറൻസ് നമ്പർ ഓഫ് പാരലൽ പാത്സ് ആയിരുന്നു. ലാപ്പ് വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് പാരലൽ പാത്സ് നമ്പർ ഓഫ് പോൾസും തുല്യമായിരുന്നു. വേവ് വൈൻഡിങ്ങിൽ നമ്പർ ഓഫ് പാരലൽ പാത്സ് എപ്പോഴും ഈക്വൽ ടു 2 ആയിരുന്നു. ഓക്കെ, ഇനി കമ്മിങ് ടു നെക്സ്റ്റ് പാർട്ട്, കമ്മ്യൂട്ടേറ്റർ. അപ്പോൾ കമ്മ്യൂട്ടേറ്ററിന്റെ ഫംഗ്ഷൻ ഇവിടെ നമ്മൾ കൊടുക്കുന്ന DC-യെ AC ആക്കി മാറ്റുന്നു. ജനറേറ്ററിന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ. അതുപോലെ തന്നെ ആർമേച്ചർ കണ്ടക്ടേഴ്സിനെ കറണ്ട് കളക്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇതിനകത്തെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്ന ആർമേച്ചറിൽ നിന്ന് പുറത്തേക്ക് ഒരു കറണ്ട് എടുക്കാനായിട്ട് കമ്മ്യൂട്ടേറ്റർ ബ്രഷ് അസംബ്ലി ഉപയോഗിക്കുന്നത്. അതായത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഈ കാണുന്ന പോലെ. ഈ കമ്മ്യൂട്ടേറ്റർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതുമായിട്ട് ഒരു സ്റ്റേഷനറി ആയ 2 ബ്രഷുകൾ സ്പ്രിങ് ഉപയോഗിച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ബ്രഷിൽ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് കറണ്ട് ടാപ്പ് ചെയ്യാം. ബ്രഷ് അറ്റാച്ച് ചെയ്യുന്ന സ്പ്രിങ് ത്രൂ ആണ്, അത് കമ്മ്യൂട്ടേറ്ററിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ ജനറേറ്ററിന് അല്ലെങ്കിൽ മോട്ടറിന് മിനിമം ഇത്രയും പാർട്സ് വേണം. വർക്കിംഗ് പ്രിൻസിപ്പിളും കവർ ചെയ്തു. ഇനി മോട്ടറിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ബാക്ക് EMF ആണ്. എന്താണ് ബാക്ക് EMF? അത് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ഫിഗർ കൺസിഡർ ചെയ്യാം. ഈ ഫിഗറിൽ നേരത്തെ കൺസിഡർ അതേ ഫിഗറാണ്. ഇതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതൊരു ജനറേറ്റർ ആയിട്ട് നമ്മൾ റൺ ചെയ്യാൻ പോകുന്നു. അതായത് നമ്മൾ അങ്ങോട്ടേക്ക് മെക്കാനിക്കൽ എനർജി കൊടുക്കുന്നു, എന്നിട്ട് ഇലക്ട്രിക്കൽ എനർജി എടുക്കുന്നു. അതെങ്ങനെ എടുക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ഈ പറഞ്ഞ പോലെ AB കണ്ടക്ടറിനെ നമ്മൾ മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്തു, CD-യെ താഴേക്ക്. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ കണ്ടക്ടറിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ എന്തുണ്ടാവും? EMF ഉണ്ടാവും. അതായത് AB-യിലും CD-യിലും EMF ഉണ്ടാവും. ആ ഉണ്ടാവുന്ന EMF-ന്റെ ഡയറക്ഷൻ നമുക്ക് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിച്ചാൽ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാവുന്നേ. ഫ്ലക്സിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. CD എന്നുള്ള കണ്ടക്ടർ നോക്കാം. ഫ്ലക്സിന്റെ ഡയറക്ഷൻ ടുവേർഡ്സ് നോർത്ത് ടു സൗത്ത്. റൊട്ടേറ്റ് ചെയ്യുന്നത് കണ്ടക്ടർ എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? താഴേക്കാണ്. അപ്പോൾ നിങ്ങളുടെ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ D to C ആണ്. അതേപോലെ നിങ്ങൾക്ക് ഈ A to Bയിൽ നിങ്ങൾക്ക് ശ്രമിക്കാം കണ്ടുപിടിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് കിട്ടും. അപ്പോൾ കറണ്ടിന്റെ ഇപ്പോഴത്തെ ഫ്ലോ മനസ്സിലായിട്ടുണ്ടാവും. അതായത് നിങ്ങളൊരു കണ്ടക്ടറിനെ എടുത്തു, അതിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ
ഈ കേസിൽ ക്ലോക്ക്വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ EMFന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? B to Aയും D to Cയും ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ മോട്ടറിന്റെ കേസ് നോക്കാം. മോട്ടറിന്റെ കേസിൽ നമ്മൾ എന്താ ചെയ്തത്? A to B കറണ്ട് കൊടുത്തു, C to Dയും കറണ്ട് കൊടുത്തു. അന്നേരം ഈ മോട്ടർ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്തത്? ക്ലോക്ക്വൈസ് ഡയറക്ഷനിൽ. ഓക്കെ, അപ്പോൾ മോട്ടർ ഇനിഷ്യലി സ്റ്റേഷനറി ആയിട്ടിരിക്കുമ്പോൾ അത് ഫ്ലക്സിനെ ഒന്നും കട്ട് ചെയ്യുന്നില്ല. വൺസ് ദ മോട്ടർ സ്റ്റാർട്ട്സ് റൊട്ടേറ്റിംഗ് ഇൻ ദ ക്ലോക്ക്വൈസ് ഡയറക്ഷൻ, ക്ലോക്ക്വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്ലക്സിനെ കട്ട് ചെയ്യാൻ തുടങ്ങും. ഫ്ലക്സിനെ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് ലോ അല്ലെങ്കിൽ ഫാരഡേസ് ലോ അനുസരിച്ച് അതിൽ എന്തുണ്ടാവും? EMF ഇൻഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഡയറക്ഷൻ താ നിങ്ങൾ തൊട്ടുമുമ്പ് കണ്ടുപിടിച്ചു, B to Aയും D to Cയും ആണ്. അതായത് നിങ്ങൾ കൊടുക്കുന്ന കറണ്ടിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, നിങ്ങൾ കൊടുത്ത കറണ്ട് A to B ആണ്, ഉണ്ടായ കറണ്ട് എങ്ങനെയാണ്? B to A. അതുപോലെ C to D ആണ് നിങ്ങൾ കറണ്ട് കൊടുത്തെങ്കിൽ ഇപ്പോൾ ഉണ്ടായ കറണ്ട് D to C. ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, D to C. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഉണ്ടാവുന്ന ജനറേറ്റഡ് ആയിട്ടുള്ള EMF നിങ്ങൾ കൊടുത്ത EMFനെ ഒപ്പോസ് ചെയ്യും, അതായത് ഓപ്പോസ് ചെയ്യും. അതിനെയാണ് ബാക്ക് EMF എന്ന് പറയുന്നത്. അതായത് സ്റ്റേഷനറി ആയി മോട്ടർ ഇരിക്കുന്നു, മോട്ടറിനെ വൺസ് യു സ്റ്റാർട്ട് കറണ്ട് ഒക്കെ കൊടുത്ത് മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ മോട്ടറിൽ ഒരു ബാക്ക് EMF ഇൻഡ്യൂസ് ആവും. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇംഗ്ലീഷിൽ തന്നെ. ആർമേച്ചർ വൈൻഡിങ് ഓഫ് ദ മോട്ടർ, when the armature winding of the motor starts, it cuts the lines of magnetic flux produced by field winding. ഈ നോർത്ത് പോളും സൗത്ത് പോളും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിനെ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫാരഡേസ് ലോ പ്രകാരം അതിലൊരു EMF ഉണ്ടാവും. ആ EMFന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇതിന്റെ പേര് ബാക്ക് EMF. ഓക്കെ, ബാക്ക് EMF വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പം ബാക്ക് EMF മനസ്സിലായി എങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ്, EMF ഉണ്ടായെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ചോദ്യം എത്രമാത്രം EMF ഉണ്ടാവും. ഓക്കെ, EMF ഉണ്ടാവും മനസ്സിലായി, അതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം EMF ഉണ്ടാവും അത് മനസ്സിലാക്കാൻ നമ്മൾ സിമ്പിൾ ലോജിക് ഉപയോഗിച്ചാൽ. ഹലോ സർ, സർ Q&A സെഷൻ ഉണ്ട്, ഒരു 10 മിനിറ്റ്, നമ്മൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊന്ന് ആൻസർ ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് പോകാൻ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഒരു സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ട്, വാട്ട് വിൽ ബി ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പോൾ ആൻഡ് ദ ആർമേച്ചർ? ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. What will be the gap between pole and the armature? Okay. See, ഒരുപാട് ഗ്യാപ്പ്, ഗ്യാപ്പ് മിനിമൈസ് ചെയ്യാണ് നമ്മുടെ ശ്രമം. എത്രത്തോളം മിനിമം ആക്കാം അതാണ് നമ്മുടെ ആഗ്രഹം. കാരണം എന്താണ്? ഗ്യാപ്പ് കൂടുന്തോറും ഫ്ലക്സിന് ട്രാവൽ ചെയ്യാനുള്ള പാത്ത് കുറയും. നിങ്ങൾ ഈ ഫിഗർ തൊട്ട് മുമ്പത്തെ ഫിഗറിലേക്ക് പോകാം, ബാക്കിലത്തെ ഫിഗർ എടുക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പോളും ഈ ആർമേച്ചറും നമ്മളെ ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാൽ എയർ കൂടെ കൂടുതൽ ഫ്ലക്സിന് ട്രാവൽ ചെയ്യേണ്ടി വരും. ഓക്കെ, എയർ എന്ന് പറഞ്ഞാൽ നല്ലൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ല. നിങ്ങൾ ഇവിടെ അയണൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ആണ് മാഗ്നറ്റിക് ഫ്ലക്സിന് പാത എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഡിസ്റ്റൻസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഒരിക്കലും ഫ്ലക്സിന് പാത ഫ്ലക്സ് ഈസി ആയിട്ട് പാസ് ചെയ്യില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? മിനിമൈസ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഡിസൈൻ ഓരോ ആവശ്യാനുസരണം അതിനകത്ത് പ്രോപ്പർ ഡിസൈൻ ഉണ്ട്. ഡിസൈൻ അനുസരിച്ച് MMകളുടെ റേഞ്ചിലായിരിക്കും എയർ ഗ്യാപ്പ് ഡിസൈൻ ചെയ്യുക. ഈ എയർ ഗ്യാപ്പ്, അതായത് ആർമേച്ചറും പോളും തമ്മിലുള്ള ഗ്യാപ്പ് ഡിസൈൻ ചെയ്യുക. കൃത്യമായ ഓരോ മോട്ടറിനും അതിൻ്റെതായ വ്യത്യാസം കാണും. എനിക്ക് തോന്നുന്നില്ല സ്റ്റാൻഡേർഡ് ഇത്ര തന്നെ ഉണ്ടാക്കണം എന്നുള്ള അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്തായാലും ഈ ഡിസൈൻ ചെയ്യുന്ന ക്രൈറ്റീരിയ ഇതാണ്, എത്രമാത്രം ഫ്ലക്സ് അതിൽ കൂടെ കടന്നു പോകാം എന്നതിനാണ് അടിസ്ഥാനം. ഓക്കെ സാർ, ഇത് സ്റ്റുഡൻസിനാണ്. നിങ്ങളൊരു സ്റ്റുഡൻസ് ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ സെഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ നമ്മളെല്ലാം ഈ Q&A സെഷനിൽ നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ സാർ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കുട്ടി ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ കൺസ്ട്രക്ഷണൽ ഡിഫറൻസ് ബിറ്റ്വീൻ DC ജനറേറ്റർ ആൻഡ് മോട്ടർ? Can you explain it? The question. കൺസ്ട്രക്ഷൻ ഡിഫറൻസ് ബേസിക്കലി കൺസ്ട്രക്ഷൻ നിങ്ങൾ ലാബിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരേ മോട്ടറിനെ തന്നെയാണ് ജനറേറ്ററായിട്ടും മോട്ടറായിട്ട് യൂസ് ചെയ്തത്. വ്യത്യാസം കൺസ്ട്രക്ഷനിൽ ബേസിക് ഡിഫറൻസുകളൊന്നുമില്ല. ആകെ ഒരു വ്യത്യാസം, നിങ്ങൾ മെക്കാനിക്കൽ എനർജി അങ്ങോട്ട് കൊടുക്കണം, അങ്ങനെയാണ് ഇലക്ട്രിക് എനർജി കിട്ടും. വ്യത്യാസം ഫീൽ തോന്നുന്നില്ല. എനിക്ക് രണ്ട് സെയിം തന്നെയാണ്. ഓക്കെ സാർ, കുറച്ച് കുട്ടികൾ റേസ് ദ ഹാൻഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒന്നും ചാനൽ തൽക്കാലമായിട്ട് അൺമ്യൂട്ട് ചെയ്യാം, അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അവരെ എന്ത് ചെയ്യാൻ അൺമ്യൂട്ട് ചെയ്യാം? ഓക്കെ ഓക്കെ, അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട് ആ ചാനൽ. ഓക്കെ 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 ഓക്കെ, ഞാൻ ആക്കാം. ഹലോ ഹലോ
ഹലോ പറയാവോ? സാർ ഇത് ഞാനാണ്. ഒന്നുകൂടെ പറയാവോ? സാർ അത് എന്തോ ടെക്നിക്കൽ ആണ് കേട്ടോ. എന്തോ? സാർ സാർ സെഷൻ കണ്ടിന്യൂ ചെയ്തോളൂ, കുഴപ്പമില്ല. ഓക്കെ, ബാക്ക് ഇഎംഎഫിന്റെ മാഗ്നിറ്റ്യൂഡ്. ബാക്ക് ഇഎംഎഫിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? സാർ ഒരു വൺ മോർ ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. വാട്ട് ഈസ് കമ്മ്യൂട്ടേഷൻ? കമ്മ്യൂട്ടേഷൻ ഇസ് ദ, അതായത് കമ്മ്യൂട്ടേഷൻ ജനറേറ്റർ, കമ്മ്യൂട്ടേഷൻ ഞാൻ ഒരു കോയില് ിലൂടെയുള്ള കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്ന ഫിനോമിനാണ് കമ്മ്യൂട്ടേഷൻ. അതായത് നിങ്ങളിപ്പോ ഈ ഒരു മോട്ടോർ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ മോട്ടോർ ശ്രദ്ധിക്കുക. ഈ മോട്ടറിൽ ഇപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഇപ്പോൾ മോട്ടോർ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. അതായത് ക്ലോക്ക് വൈസ് ആയി റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചത് ആന്റി ക്ലോക്ക് വൈസ് ഫോഴ്സ് അതിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും കണ്ടിന്യൂസ് ആയി റൊട്ടേറ്റ് ചെയ്യില്ല. ഇത് കണ്ടിന്യൂസ് ആയി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ എപ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തന്നെ കണ്ടിന്യൂസ് എല്ലാം ഫോഴ്സ് ഈക്വൽ ആയിട്ട് ആക്ട് ചെയ്യണം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം. അതായത് എ ടു ബി, ഇപ്പം ഈ കണ്ടക്ടറിലാണെങ്കിൽ സൗത്ത് പോളിനടുത്തുള്ള കണ്ടക്ടറിൽ എപ്പോഴും കറണ്ട് എ ടു ബി എന്നുള്ള ഡയറക്ഷനിൽ തന്നെ ഫ്ലോ ചെയ്യണം. അതായത് ഇപ്പൊ സി ഡി എന്നുള്ള കണ്ടക്ടർ കറങ്ങി ഈ പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ സി ഡിയിൽ ഫ്ലോ ചെയ്യേണ്ട കറണ്ടിന്റെ ഡയറക്ഷൻ എന്താണ്? സി ടു ഡി അല്ല, ഡി ടു സി വേണം ഫ്ലോ ചെയ്യാൻ. എന്നാൽ മാത്രമല്ല ഇത് മേലോട്ടുള്ള ഫോഴ്സ് കിട്ടുള്ളൂ. അതായത് നിങ്ങൾ ഇത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ സി ഡിയിലുള്ള കണ്ടക്ടറിലെ കറണ്ട് റിവേഴ്സ് ചെയ്യണം. ഓക്കെ, ആ റിവേഴ്സൽ നടത്തുന്നത് ഈ കമ്മ്യൂട്ടേഷൻ പ്രോസസ് വഴിയാണ്. ഈ കമ്മ്യൂട്ടേറ്റർ ഉപയോഗിച്ചാണ് ആ റിവേഴ്സൽ പ്രോസസ്സ് നടക്കുന്നത്. അതായത് ഈ സി ഡി എന്നുള്ള കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് സൗത്ത് പോളിന് അടുത്ത് വരുമ്പോൾ ഡി സി എന്ന ഡയറക്ഷൻ ആയിരിക്കണം കറണ്ട് പോകേണ്ടത്. അത് പോകാൻ സഹായിക്കുന്നത് ഈ കമ്മ്യൂട്ടേറ്റർ ത്രൂ ആണ്. ഡി സി മാത്രമല്ല, തിരിച്ച് എ ബി തിരിച്ച് ഇവിടെ കറങ്ങി വരുമ്പോൾ എ ബിയിലല്ല കറണ്ട് പോകേണ്ടത്, ബി ടു എ ആണ് ഫ്ലോ ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അതായത് കറണ്ട് റിവേഴ്സ് ചെയ്യാൻ സഹായിക്കുന്നു കമ്മ്യൂട്ടേഷൻ ഒരു കോയിൽ. ഓക്കെ ആണോ? ഓഡിബിൾ അല്ലേ സാർ? ഒരു കാര്യം ചെയ്യൂ സാർ, സെഷൻ കണ്ടിന്യൂ ചെയ്തോളൂ. റെസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബാക്ക് ഇഎംഎഫിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ നിങ്ങൾ ബാക്ക് ഇഎംഎഫിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ നെക്സ്റ്റ് ശ്രമം. ബാക്ക് ഇഎംഎഫിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഫ്ലക്സിനെ കട്ട് ചെയ്യുമ്പോൾ ജനറേറ്ററിൽ ഉണ്ടാകുന്ന അതേ വോൾട്ടേജ് തന്നെ ആയിരിക്കും. അപ്പോൾ സെയിം ഇക്വേഷൻ തന്നെ നിങ്ങൾക്ക് ബാക്ക് ഇഎംഎഫിന് ഉപയോഗിക്കാം. 5 × Z × N / 60 × π/A. ഓക്കെ, 5 എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ്. Z എന്താണ്? നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്, സ്പീഡിന് RPM. ഓക്കെ, P നമ്പർ ഓഫ് പോൾസ്, A എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാരലൽ പാസ്. അത് വൈൻഡിങ്ങിനെ ഡിപ്പെൻഡ്. ആർമേച്ചർ വൈൻഡിങ് വേവ് ആണെങ്കിൽ 2, ലാപ്പ് ആണെങ്കിൽ നമ്പർ ഓഫ് പോൾസിന് തുല്യം. ഓക്കെ, ഇനി എന്തിനാണ് ബാക്ക് ഇഎംഎഫിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്? ബാക്ക് ഇഎംഎഫ് എന്തെങ്കിലും വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ടോ? വാട്ട് ഇസ് ദ റോൾ ഓഫ് ബാക്ക് ഇഎംഎഫ്? അത് മനസ്സിലാക്കാനായിട്ട് ബാക്ക് ഇഎംഎഫ് ഒരു ഡി സി മോട്ടറിന്റെ ഇക്വലൻ സർക്യൂട്ട്, അല്ലെങ്കിൽ ഡി സി മോട്ടറിന്റെ ഒരു ഇലക്ട്രിക്കൽ ഇക്വലൻ സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ടാവും. ഒരു ആർമേച്ചർ റെസിസ്റ്റൻസ്, കൂടാതെ സീരീസ് ഫീൽഡ് ആണെങ്കിൽ ഒരു സീരീസ് ഫീൽഡ് റെസിസ്റ്റൻസ് കാണും സീരീസ് ആയിട്ട്, പിന്നെ ബാക്ക് ഇഎംഎഫ്. ഓക്കെ, അപ്പം എപ്പോഴെങ്കിലും ബാക്ക് ഇഎംഎഫ് ഈ വോൾട്ടേജും ഈക്വൽ ആവാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈക്വൽ ആയാൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ ഇതുവഴി കറണ്ട് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഈ വോൾട്ടേജ് ഓപ്പോസിറ്റ് ആണ്, രണ്ട് ഈക്വൽ ആണ്, കറണ്ട് ഉണ്ടാവില്ല. അപ്പം ഇനിഷ്യലി മോട്ടർ അൺലോഡഡ് ആണെങ്കിൽ, അതായത് മോട്ടറിന് ലോഡൊന്നും ഇല്ലെങ്കിൽ വളരെ ചെറിയൊരു കറണ്ട് മാത്രം എടുത്ത് ഈ മോട്ടർ എന്ത് ചെയ്യും? അതിന്റെ ലോസിന് മാത്രമുള്ള കറണ്ട് മാത്രം എടുക്കും. ഓക്കെ, ഇനി അത് ലോഡ് ചെയ്ത് കഴിയുമ്പോൾ, മോട്ടർ ലോഡ് ചെയ്യാൻ പറഞ്ഞാൽ ഈ മോട്ടറിന്റെ ഷാഫ്റ്റിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ഇനിഷ്യലി ആദ്യം സംഭവിക്കുന്നത് എന്തായിരിക്കും? സ്പീഡ് കുറയും. സ്പീഡ് കുറഞ്ഞാൽ നിങ്ങൾ തൊട്ട് മുമ്പത്തെ ഇക്വേഷൻ നോക്കി, ആദ്യം സ്പീഡ് കുറഞ്ഞാൽ ബാക്ക് ഇഎംഎഫ് എന്ത് പറ്റും? സ്പീഡ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ കുറയും, എൻ കുറഞ്ഞാൽ ബാക്ക് ഇഎംഎഫ് കുറയും. ബാക്ക് ഇഎംഎഫ് കുറഞ്ഞാൽ ഇതുവഴിയുള്ള കറണ്ട് എന്ത് ചെയ്യും? കൂടും. കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്താൽ കൂടുതൽ ടോർക്ക് കിട്ടും, കൂടുതൽ സ്പീഡിൽ മോട്ടർ കറങ്ങാൻ തുടങ്ങും. അതായത് ലോഡ് ചെയ്യുന്നതനുസരിച്ച് ഇതുവഴിയുള്ള കറണ്ടും ടോർക്ക് റെഗുലേറ്റ് ചെയ്യാനാണ് ബാക്ക് ഇഎംഎഫ് സഹായിക്കുന്നത്. അപ്പോൾ ബാക്ക് ഇഎംഎഫ് മേക്സ് ദി മെഷീൻ സെൽഫ് റെഗുലേറ്റിംഗ്. മെഷീനിലുള്ള കറണ്ടും ടോർക്കും മാനേജ് ചെയ്യാൻ സഹായിക്കുന്നത് ബാക്ക് ഇഎംഎഫ് ആണ്. ഓക്കെ, വെൻ ദ മോട്ടർ ഇസ് ഓൺ നോ ലോഡ് സ്മോൾ ടോർക്ക് ഈസ് റിക്വയർഡ്. അതുകൊണ്ട് കറണ്ട് സ്മോൾ ആയിരിക്കും. ബാക്ക് ഇഎംഎഫ് നിയർലി ഈക്വൽ ടു ദി അപ്ലൈഡ് വോൾട്ടേജ് ആയിരിക്കും. ഇനി മോട്ടർ ലോഡ് ചെയ്യുകയാണെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യും, സ്പീഡ് റെഡ്യൂസ് ചെയ്യും, അതിനനുസരിച്ച് ബാക്ക് ഇഎംഎഫ് കുറയും.
increased back EMF allows a current കൂടി കഴിഞ്ഞാൽ ടോർക്ക് കൂടും. ടോർക്ക് കൂടുന്നതനുസരിച്ച് മോട്ടറിന്റെ സ്പീഡ് പിന്നെയും പിക്കപ്പ് ചെയ്യും. എത്രമാത്രം ടോർക്ക് ലോഡിന് വേണോ അത്രമാത്രം പ്രൊവൈഡ് ചെയ്ത് കറണ്ട് സ്റ്റേബിൾ ആവും. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വോൾട്ടേജ് ഇക്വേഷൻ ആണ്. ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആ നേരത്തെ കണ്ട ഈ ഈക്വലന്റ് സർക്യൂട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ നിങ്ങൾ ക്രിച്ചോസ് ലോ ഉപയോഗിച്ചാൽ മതി. വി ഇവിടെ ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് IA. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V is equal to back EMF plus IR. back EMF plus IR. V is equal to back EMF plus IR. ഇതാണ് വോൾട്ടേജ് ഇക്വേഷൻ ഓഫ് എ മോട്ടർ. ഇത് എല്ലാ മോട്ടറിനും ആപ്ലിക്കബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീരീസ് മോട്ടറിനാണെങ്കിൽ ഈ RAയുടെ കൂടെ ഒരു സീരീസ് ഫീൽഡ് കൂടെ ഉണ്ടാവും. ആ ഫീൽഡിന്റെയും കൂടെ എന്താ ആഡ് ചെയ്യേണ്ടി വരും? റെസിസ്റ്റൻസ് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് DC ജനറേറ്റർ പോലെ മോട്ടറും പല ടൈപ്പ് ഉണ്ട്. ഷണ്ട് മോട്ടർ. ഷണ്ട് മോട്ടറിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷണ്ട് വൈൻഡിങ് മീൻസ് ഫീൽഡ് വൈൻഡിങ് പാരലൽ ടു ദി ആർമേച്ചർ ആണ്. അതിന്റെ റെസിസ്റ്റൻസ് കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. ഇതിലുള്ള കറണ്ട് സോ ദാറ്റ് ദിസ് കറണ്ട് വിൽ ബി സ്മോൾ. ISH അതായത് ഫീൽഡ് കറണ്ട് കമ്പാരിറ്റീവ്ലി സ്മോൾ ആയിരിക്കും. സീരീസ് മോട്ടറിലാണെങ്കിൽ ഫീൽഡ് വൈൻഡിങ് അതായത് മെയിൻ ഫീൽഡ് കൊടുക്കുന്ന വൈൻഡിങ് സീരീസ് ടു ദ ആർമേച്ചർ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചാൽ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം മനസ്സിലാവും. ഇതിലേ കൂടെയുള്ള സീരീസ് ഫീൽഡിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ആർമേച്ചർ കറണ്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഈ സീരീസ് ഫീൽഡിന് നല്ല കറണ്ട് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, കോമ്പൗണ്ട് മോട്ടർ ജനറേറ്റർ പോലെ തന്നെ രണ്ട് ടൈപ്പ് കണക്ഷൻ ഉണ്ട്, ലോങ് ഷണ്ടും ഷോർട്ട് ഷണ്ടും. ബേസ്ഡ് ഓൺ കണക്ഷൻ, ബേസ്ഡ് ഓൺ ഫ്ലക്സ് ആണെങ്കിൽ ക്യുമുലേറ്റീവ് കോമ്പൗണ്ടുണ്ട്, ഡിഫറൻഷ്യൽ കോമ്പൗണ്ടും ഉണ്ട്. അപ്പോൾ ലോങ് ഷണ്ടിലാണെങ്കിൽ ആർമേച്ചറിനും സീരീസ് റെസിസ്റ്റൻസും പാരലായിട്ട് നിങ്ങൾ ഷണ്ട് ഫീൽഡ് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഷോർട്ട് ഷണ്ടിലാണെങ്കിൽ ആർമേച്ചറിന് പാരലായിട്ട് ഷണ്ട് ഫീൽഡും അതിന് സീരീസ് ആയിട്ട് അതിന് മൊത്തത്തിൽ സീരീസ് ആയിട്ട് നിങ്ങളൊരു സീരീസ് ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ടോർക്ക് ഇക്വേഷൻ. ഓക്കെ, ടോർക്ക് ഇക്വേഷൻ ഡെറിവേഷൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും അല്ലാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അപ്പോൾ ടോർക്ക് ഇക്വേഷന്റെ ബേസിക് ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആർമേച്ചറിൽ എന്തുമാത്രം ഇലക്ട്രിക് പവർ ഉണ്ടാവുന്നു, അതായത് നിങ്ങൾ കൊടുക്കുന്ന ഇലക്ട്രിക് പവർ ആണല്ലോ, ആ ലോസ് കഴിഞ്ഞിട്ടുള്ള ആർമേച്ചറിൽ എന്തുമാത്രം ഇലക്ട്രിക് പവർ ഉണ്ടോ അത്ര തന്നെ മെക്കാനിക്കൽ പവർ ഉണ്ടാവും. ഓക്കെ, സബ്ജക്ട് ടു സം റൊട്ടേഷൻ ലോസ് കുറച്ച് മിച്ചമുള്ള എമൗണ്ടും കൂടി അവിടെ കിട്ടും. മെക്കാനിക്കൽ പവർ ഡെവലപ്പ് ചെയ്യും. എത്രമാത്രം ഇലക്ട്രിക് പവർ ഉണ്ടായോ അത്രമാത്രം മെക്കാനിക്കൽ പവർ ഉണ്ട്. അതാണ് ഫണ്ടമെന്റൽ ബാലൻസ്. അപ്പോൾ മെക്കാനിക്കൽ പവർ കണ്ടുപിടിക്കാനുള്ള വഴി ടോർക്ക് ഇൻറ്റു സ്പീഡാണ്. മെക്കാനിക്കൽ പവറിനുള്ള ഇക്വേഷൻ ടോർക്ക് ഇൻറ്റു സ്പീഡാണ്. ഇലക്ട്രിക് പവറിനുള്ള ഇക്വേഷൻ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്നതുപോലെ ഇലക്ട്രിക് പവറിനുള്ള ഇക്വേഷൻ വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, അതുപോലെ മെക്കാനിക്കൽ പവറിനുള്ള ഇക്വേഷൻ ടോർക്ക് ഇൻറ്റു സ്പീഡാണ്. ആംഗുലർ സ്പീഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആംഗുലർ സ്പീഡ് നമ്മുടെ N എന്ന് പറഞ്ഞാൽ RPM ആണ്. RPM ആംഗുലർ സ്പീഡിലേക്ക് മാറ്റാൻ വേണ്ടി 2πN/60 ടോർക്ക് ഇൻറ്റു 2πN/60. അപ്പോൾ ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോർക്ക് കിട്ടും. ഇലക്ട്രിക്കൽ പവർ ആണെങ്കിൽ ബാക്ക് EMF ഇൻറ്റു ആർമേച്ചർ കറണ്ട് ആണ്. എന്തുകൊണ്ടാണ് ബാക്ക് EMF ഇൻറ്റു ആർമേച്ചർ കറണ്ട് എടുത്തത്? അതായത് നിങ്ങൾ കൊടുക്കുന്ന ഫുൾ വോൾട്ടേജ് ആർമേച്ചറിന് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ കുറച്ച് ആർമേച്ചർ റെസിസ്റ്റൻസിൽ ഡ്രോപ്പ് ആവും. ഇനി സീരീസ് ഫീൽഡ് ഉണ്ടെങ്കിൽ സീരീസ് ഫീൽഡിലും ഡ്രോപ്പ് ആയി മിച്ചമുള്ളത് മാത്രമേ ആർമേച്ചർ കിട്ടൂ. അതുകൊണ്ട് ബാക്ക് EMF ഇൻറ്റു ആർമേച്ചർ കറണ്ട് എടുത്താൽ മോട്ടറിന് ആർമേച്ചറിൽ ഉണ്ടായിരുന്ന ഇലക്ട്രിക് പവർ കിട്ടും. മെക്കാനിക്കൽ പവർ ടോർക്ക് ഇൻറ്റു സ്പീഡ് വെച്ചും കണ്ടുപിടിക്കാം. ഓക്കെ, ഈ രണ്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ കണ്ടുപിടിക്കുന്ന ടോർക്ക്, നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന ടോർക്ക് ഡെവലപ്ഡ് ടോർക്കാണ്. അതായത് രണ്ട് ടൈപ്പ് ടോർക്ക് ഉണ്ട് മോട്ടറിൽ. ഒന്നെന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ് ടോർക്ക്, രണ്ടാമത്തെ ടോർക്ക് പറഞ്ഞാൽ ഷാഫ്റ്റ് ടോർക്ക്. എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മോട്ടറിന്റെ ആർമേച്ചറിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ടോർക്ക് മുഴുവൻ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. അതായത് റൊട്ടേഷൻ ലോസസ് ഉണ്ട്, അതായത് വിൻറ്റേജ് ലോസ്, ഫ്രിക്ഷൻ ലോസ്, അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ടോർക്ക് മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കിട്ടുള്ളൂ, യൂസ്ഫുൾ ടോർക്ക്, അല്ലെ ഷാഫ്റ്റ് ടോർക്ക് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇവിടെ ഇക്വേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ മെക്കാനിക്കൽ പവർ ആരുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? ആർമേച്ചറിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ പവറുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആർമേച്ചറിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് പവറുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ടോർക്കും ഡെവലപ്ഡ് ടോർക്കാണ്. അപ്പോൾ ഷാഫ്റ്റ് ടോർക്ക് കണ്ടുപിടിക്കണേ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ പറ്റില്ല. കാരണം ഷാഫ്റ്റ് ടോർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഷാഫ്റ്റിൽ എന്തുമാത്രം പവർ ഉണ്ടോ അതിൽ നിന്നേ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്തുമാത്രം ടോർക്ക് ഉണ്ടോ. അത് നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡെവലപ്ഡ് ടോർക്കാണ് ചെയ്യുന്നത്, ഡെവലപ്ഡ് ടോർക്കാണ് കണ്ടുപിടിക്കുന്നത്. അതിനുള്ള ഇക്വേഷൻ ടോർക്ക് ഇൻറ്റു 2πN/60 = EB × IA. ഓക്കെ, ബാക്ക് EMF ഇൻറ്റു ആർമേച്ചർ കറണ്ട്. ഇനി നമുക്ക് ബാക്ക് EMFന്റെ ഇക്വേഷൻ അറിയാം, 5ZN/60 × P/A. അതെന്ത് ചെയ്യാം? നേരെ എടുത്ത് മേളത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും? N എല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം, 60 ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോർക്കിന്റെ ഇക്വേഷൻ കിട്ടും 5 × Z × IA × P/A / 2π. ഓക്കെ, 1/2π നിങ്ങൾക്ക് 0.159 ആണ്. 0.159 × 5 × Z × IA × P/A. ഓക്കെ,
ഇതാണ് നിങ്ങളുടെ ടോർക്ക് ഇക്വേഷനുള്ള ടോർക്ക് ഇക്വേഷന്റെ ഡെറിവേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഈ ഫോർമുല കാണാതെ പഠിക്കണമെന്നില്ല, നിങ്ങൾ ഈ പ്രൊസീജിയർ അറിഞ്ഞിരുന്നാൽ മതി. ബാക്ക് EMF ഇൻറ്റു കറണ്ട് ഈസ് ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു സ്പീഡ്. ഈ കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ട്. അതായത് ഈ മുകളിലത്തെ കൺസെപ്റ്റ്, ഏറ്റവും ഫസ്റ്റ് ലൈനിൽ എഴുതിയിരിക്കുന്ന കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കാതെ തന്നെ, അല്ലെങ്കിൽ ഇത് എപ്പോൾ വേണേൽ നിങ്ങൾക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. എപ്പോൾ വേണേൽ നിങ്ങൾക്ക് അപ്പോൾ പ്രോബ്ലം ചെയ്യാനൊക്കെ ഈ ഒരു സ്റ്റെപ്പ് വരെ ഓർത്തിരുന്നാൽ മതി. ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇക്വേഷനിലേക്ക് പോകാം. സ്പീഡ് ഇക്വേഷൻ വളരെ എളുപ്പമാണ്. അതായത് ഇതാണ് ബാക്ക് EMFന്റെ ഇക്വേഷൻ. ബാക്ക് EMFന്റെ ഇക്വേഷൻ. ബാക്ക് EMFന്റെ ഇക്വേഷനിൽ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടർ Z60 PA. ഇതൊന്നും ഒരു മെഷീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതൊന്നും മാറ്റാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഇതെല്ലാം എന്താണ്, നോർമലി കോൺസ്റ്റന്റ് ആണ്. നമ്പർ ഓഫ് കണ്ടക്ടർ മാറ്റാൻ പറ്റില്ല, 60 മാറ്റാൻ പറ്റില്ല, നമ്പർ ഓഫ് പോൾസ് മാറ്റാൻ പറ്റില്ല, വൈൻഡിങ് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് പാരലൽ പാത്ത് മാറില്ല. അപ്പോൾ ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് ബാക്ക് EMFനെ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഫ്ലക്സ് ഇൻറ്റു സ്പീഡ് എന്ന് എഴുതാം. ഓക്കെ, ബാക്ക് EMFനെ കോൺസ്റ്റന്റ് K ഇൻറ്റു ഫ്ലക്സ് ഇൻറ്റു സ്പീഡ്. ഇനി ഫ്ലക്സ് കോൺസ്റ്റന്റ് ആയ മെഷീൻ, നോർമലി നമ്മൾ ഫ്ലക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. DC ഷണ്ടും മോട്ടറിലൊക്കെയാണ് ഫ്ലക്സ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ ഫ്ലക്സിനെ നമുക്ക് എന്തിൻ്റെ കൂടെ ചേർക്കാം? ഈ കെയുടെ കൂടെ ചേർക്കാം. ഓക്കെ, ഈ ഫ്ലക്സിനെയും കെയുടെ കൂടെ ചേർക്കാം. അങ്ങനെയാണെങ്കിൽ ബാക്ക് EMF എന്താ? കോൺസ്റ്റന്റ് ഇൻറ്റു സ്പീഡ്. അപ്പോൾ നിങ്ങളൊരു മെഷീനെ ലോഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞു, മെഷീൻ ലോഡ് ചെയ്യുമ്പോൾ സ്പീഡ് കുറയും. സ്പീഡ് കുറഞ്ഞാൽ ബാക്ക് EMF കുറയും, കറണ്ട് കൂടും. ഓക്കെ, ടോർക്ക് കൂടും. അങ്ങനെ സ്പീഡ് അഡ്ജസ്റ്റ് ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കറണ്ട് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ബാക്ക് EMFന് വ്യത്യാസം വരും. അപ്പോൾ രണ്ട് സ്പീഡ് മാറി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ബാക്ക് EMFന് വ്യത്യാസം വരും. അപ്പോൾ നിങ്ങളടുത്ത് സ്പീഡ് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ബാക്ക് EMFലെ മാറ്റം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ നിങ്ങളെ ഈ ഇക്വേഷൻ സഹായിക്കും. ബാക്ക് EMF EB1/EB2 = N1/N2. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞത്, കാരണം ഞാൻ ഉദ്ദേശിച്ച പോർഷൻ കവർ ചെയ്തെത്താത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ പോർഷൻ നമുക്കൊന്ന് ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾ 2-3 പ്രോബ്ലം ചെയ്ത് കാണണം. എല്ലാ നിങ്ങളുടെ പരീക്ഷ പേപ്പർ നോക്കുകയാണെങ്കിലും മൊഡ്യൂൾ 3 എപ്പോഴും ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സിമ്പിൾ 2-3 പ്രോബ്ലം ചെയ്ത് ടഫായിട്ടുള്ളത് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഓക്കെ, ഇതിനകത്ത് ടഫായിട്ടുള്ള 2-3 പ്രോബ്ലം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. സമയമുണ്ട്, നമുക്ക് അതും കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു സിമ്പിൾ പ്രോബ്ലം ആണ്. നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം. 220 volt DC shunt motor has an armature resistance of 1 ohm and a field resistance of 180 ohm. Find out the back EMF if current is 12 ampere. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കിട്ടിയ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ പടം വരയ്ക്കാൻ നോക്കുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന മോട്ടറിന്റെ പടം വരയ്ക്കാൻ ശ്രമിക്കുക. എന്താണ് പടം? DC ഷണ്ട് മോട്ടറാണ്. നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുകയാണ്, DC ഷണ്ട് മോട്ടറാണ്. DC ഷണ്ട് മോട്ടർ ആകുമ്പോൾ തീർച്ചയായിട്ടും ഷണ്ട് ഫീൽഡ് കാണും, പിന്നെന്ത് കാണും? ഓക്കെ, ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഫീൽഡ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇനി ലൈൻ കറണ്ട് തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ലൈൻ കറണ്ട് ആണെന്ന് അറിയാം. മോട്ടറിന് 2 കറണ്ട് ഉണ്ടാവും, ഒന്ന് ആർമേച്ചർ കറണ്ടും ഒന്ന് ലൈൻ കറണ്ടും. സീരീസ് മോട്ടറിലാണ് 2 ഈക്വൽ ആണ്. ഷണ്ട് മോട്ടറിലാണെങ്കിൽ 2 തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ഞാൻ ആ ഫിഗർ ഒരു ഇമേജ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻസർ ഇവിടെ ഫിഗർ ആദ്യം വരയ്ക്കുക. 220 volt സപ്ലൈ, അതിനുശേഷം 220 volt സപ്ലൈ, ആർമേച്ചർ പാരലൽ ടു സപ്ലൈ, ആർമേച്ചർ കണക്ട് ചെയ്തിട്ട് അതിന് പാരലായിട്ട് ഫീൽഡ് വൈൻഡിങ് റെസിസ്റ്റൻസ് 180 ohm, ആർമേച്ചർ റെസിസ്റ്റൻസ് 1 ohm. ഓക്കെ, ഇനി നിങ്ങളുടെ ചോദിച്ചെങ്കിൽ ബാക്ക് EMF കണ്ടുപിടിക്കാൻ. ബാക്ക് EMF കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് മോട്ടറിന്റെ ബാക്ക് EMF ഇക്വേഷൻ ആണ്. എന്താണ്? V = EB + IARA. ഇവിടെ സീരീസ് ഫീൽഡ് ഒന്നും ഇല്ല, അതുകൊണ്ട് IARA ഡ്രോപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾക്ക് EB കണ്ടുപിടിക്കാൻ V വേണം, IARA വേണം. V നിങ്ങൾക്ക് അറിയാം 220 ആണെന്ന്. IA അറിയാമോ? ഇല്ല. നിങ്ങൾക്ക് അറിയാവുന്ന ലൈൻ കറണ്ട് ആണ്. അപ്പോൾ ലൈൻ കറണ്ടിൽ നിന്ന് നിങ്ങൾ ഫീൽഡ് കറണ്ട് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആർമേച്ചർ കറണ്ട് കിട്ടും. ആർമേച്ചർ കറണ്ട് എടുക്കുക, റെസിസ്റ്റൻസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആർമേച്ചർ കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് IF ആദ്യം വേണം. IF കണ്ടുപിടിക്കാനായി വോൾട്ടേജ് ബൈ ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസ് ചെയ്യുക, IF കിട്ടും, സബ്ട്രാക്ട് ചെയ്യുക, IARA ഡ്രോപ്പ് കിട്ടി. IARA ഡ്രോപ്പ് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബാക്ക് EMF കിട്ടാം. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. 200 volt DC ഷണ്ട് മോട്ടർ റൺസ് അറ്റ് 1100 RPM നോ ലോഡ്. അതായത് നോ ലോഡിൽ ആ മോട്ടർ എത്രയോ സ്പീഡ് റൺ ചെയ്യുന്നുണ്ട്, എത്രയോ കറണ്ട് എടുക്കുന്നുണ്ട്, 6 ആംപിയർ. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താ? ആർമേച്ചറും ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. അതിനുശേഷം പറഞ്ഞിരിക്കുന്നു മോട്ടറിനെ ലോഡ് കാൽക്കുലേറ്റ് ദ സ്പീഡ് വെൻ ലോഡഡ്. അതായത് ആ മോട്ടറിനെ ലോഡ് ചെയ്ത് ഒബ്വിയസ്ലി എന്ത് സംഭവിക്കും? സ്പീഡ് കുറയും, കറണ്ട് എന്ത് ചെയ്യും? തീർച്ചയായും കൂടും. അപ്പം കറണ്ട് കൂടിയതാ 25 ആംപിയർ ആയി. അങ്ങനെയാണെങ്കിൽ സ്പീഡ് കണ്ടുപിടിക്കാൻ
നമുക്ക് ഞങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ, ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള വഴി നമ്മൾ തൊട്ടുപത്തെ ഇക്വേഷൻ കണ്ടായിരുന്നു. EB1/EB2 ഈക്വൽ ടു N1/N2. അതായത് രണ്ട് ബാക്ക് EMF കണ്ടുപിടിക്കുക. അതായത് ലോഡ് ചെയ്യുമ്പോൾ ആദ്യം ഈ മെഷീൻ ലോഡ് ചെയ്തിട്ടില്ല, അൺലോഡർ കണ്ട 200 വോൾട്ട് DC ഷണ്ട് മോട്ടർ അൺസെറ്റ് 1200 RPM അറ്റ് നോ ലോഡ്, ടേക്ക് 6 ആംപിയർ. അപ്പോൾ അൺലോഡർ കണ്ടീഷനിൽ 6 ആംപിയർ എടുക്കുന്നുണ്ട്. ഓക്കെ, 6 ആംപിയർ എടുത്തു, 6 ആംപിയർ എടുക്കുന്നു, 1200 RPM റൺ ചെയ്യുന്നു. അങ്ങനെയാണ് ബാക്ക് EMF അങ്ങനെ കിട്ടും. ബാക്ക് EMF കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? ഷണ്ടാണ്. അപ്പോൾ V മൈനസ് IR മാത്രം, അപ്പോൾ IA മാത്രം കിട്ടിയാൽ മതി. IA എങ്ങനെ കിട്ടും? ലൈൻ കറണ്ടിൽ നിന്ന് IF കുറയ്ക്കുക, നിങ്ങൾക്ക് IA കിട്ടും. IA കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് EMF കണ്ടുപിടിക്കാനുള്ള വഴി എന്താ? V മൈനസ് IAR. ഓക്കെ, ആദ്യത്തെ കേസിൽ അൺലോഡഡ് കണ്ടീഷനുള്ള ബാക്ക് EMF കിട്ടി. മനസ്സിലാവുന്നുണ്ടെന്നോ? വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് മെഷീൻ ലോഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? കറണ്ട് കൂടി, 25 ആംപിയർ ആയി. അങ്ങനെയാണെങ്കിൽ ഫീൽഡ് കറണ്ട് മാറില്ല. നിങ്ങൾ തൊട്ട് മുമ്പത്തെ ഫിഗർ ശ്രദ്ധിച്ചാൽ മതി. ഫീൽഡ് കറണ്ട് എപ്പോഴും എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും? ഷണ്ട് ഫീൽഡ് റെസിസ്റ്റൻസിനെ, നിങ്ങൾ കൊടുക്കുന്ന വോൾട്ടേജിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യും. ഈ വോൾട്ടേജും ഈ റെസിസ്റ്റൻസും മാറാത്തടത്തോളം കാലം ഇതുവഴിയുള്ള കറണ്ട് മാറില്ല. അപ്പോൾ ഇതുവഴിയുള്ള കറണ്ട് കോൺസ്റ്റന്റ് ആണ്. ആ കറണ്ട് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത്ര 0.9. ഓക്കെ, ആ കറണ്ട് ഇതിന് സബ്ട്രാക്ട് ചെയ്യുക. ആ കറണ്ട് കുറച്ച് എനിക്ക് എന്ത് കിട്ടും? ആർമേച്ചർ ടോപ്പ് കിട്ടി. അങ്ങനെയാണ് പുതിയ ബാക്ക് EMF, അതായത് ലോഡ് ചെയ്യുന്ന കണ്ടീഷനുള്ള ബാക്ക് EMF കിട്ടി. ലോഡ് ചെയ്യുന്ന കണ്ടീഷനുള്ള ബാക്ക് EMF കിട്ടി, നോ ലോഡ് കണ്ടീഷനിലെ ബാക്ക് EMF കിട്ടി. കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോ? 197. അതായത് ലോഡ് ചെയ്ത കണ്ടീഷനിൽ നോ ലോഡ് കണ്ടീഷനിലേക്കാൾ കുറവാണ് ലോഡ് ചെയ്തപ്പോൾ. കാരണം എന്താ? ആർമേച്ചർ കറണ്ട് കൂടി. ആർമേച്ചർ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ആർമേച്ചർ ഡ്രോപ്പ് കൂടി, 12 ആയി. 2 നിന്ന് നേരെ 12 ആയി. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് എന്തായി? കുറഞ്ഞു. അപ്പോൾ നിങ്ങൾ EB1/EB2 N1/N2 സബ്സ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് സ്പീഡ് കണ്ടുപിടിക്കാം. സ്പീഡ് 1100 ആയിരുന്നു നേരത്തെ, അത് കുറഞ്ഞതായിട്ടും കാണാൻ പറ്റി. കാരണം ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ലോഡ് ചെയ്യുമ്പോൾ സ്പീഡ് എന്തായി? കുറയും. ഓക്കെ, ഇനി ഒരു 2 പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യാം. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ജസ്റ്റ് ഒന്ന് നോക്കുക. DC മോട്ടോർ ടേക്സ്, ആർമേച്ചർ കറണ്ട് എടുക്കുന്നു. ഓക്കെ, ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. 6 പോൾ മെഷീനാണ്, ലാപ്പ് കണക്റ്റഡ് ആണ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഇത്രയൊക്കെ തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. Z ഒക്കെ തന്നിട്ടുണ്ട്, P തന്നിട്ടുണ്ട്, ആർമേച്ചർ തന്നിട്ടുണ്ട്, ഫ്ലക്സ് പെർ പോൾ 5 തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി ഗ്രോസ് ടോർക്ക് ഡെവലപ്ഡ് ബൈ ദി മോട്ടോർ. അപ്പോൾ ഡെവലപ്ഡ് ടോർക്കാണ്. ഡെവലപ്ഡ് ടോർക്ക് കണ്ടുപിടിക്കാനുള്ള വഴി എന്തായിരുന്നു? നമ്മൾ ഇക്വേഷൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, വേറെ ഒന്നുമില്ല. ടോർക്ക് ഈസ് ഈക്വൽ ടു 0.159 5 × Z × IA × P/A ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഡെവലപ്ഡ് ടോർക്കാണ്, ശ്രദ്ധിക്കണം. ഡെവലപ്ഡ് ടോർക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റിയത്. ഓക്കെ, ഇത് ഈ ഫോർമുല നിങ്ങൾക്ക് കാണാൻ പഠിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്ക് EMF × IA ഈക്വൽ ടു ടോർക്ക് × 2πn/60 അങ്ങനെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇതൊരു ഡിഫറൻറ്റ് പ്രോബ്ലം ആയിരുന്നു. നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഈ എല്ലാ പ്രോബ്ലവും നിങ്ങളുടെ മുമ്പ് പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള പ്രോബ്ലമാണ്. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെയും ഡെവലപ്ഡ് ടോർക്ക് ചോദിച്ചിട്ടുണ്ട്, അതിന്റെ കൂടെ ചോദിച്ചിട്ടുണ്ട് ഷാഫ്റ്റ് ടോർക്ക് കണ്ടുപിടിക്കുക. ഡിറ്റർമിൻ ദി ഡെവലപ്ഡ് ടോർക്ക് ആൻഡ് ഷാഫ്റ്റ് ടോർക്ക് ഓഫ് എ 220 വോൾട്ട് 4 പോൾ സീരീസ് മോട്ടർ. ഓക്കെ, സീരീസ് മോട്ടർ ആണ്, വിത്ത് 800 കണ്ടക്ടേഴ്സ്, വേവ് കണക്റ്റഡ്, സപ്ലൈങ് എ ലോഡ് ഓഫ് 8.2 കിലോവാട്ട് ബൈ ടേക്കിംഗ് സം കറണ്ട് 45 ആംപിയർ. ഫ്ലക്സ് പെർ പോൾ തന്നിട്ടുണ്ട്, ആർമേച്ചർ സർക്യൂട്ട് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്? അതിന്റെ പടം വരയ്ക്കുക. പടം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ബ്രീഫ് ഐഡിയ കിട്ടും. ഓക്കെ, 220 വോൾട്ട് ഉണ്ട്, അതിന് സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് ഉണ്ട്, അതിന് സീരീസ് ആയിട്ട് ആർമേച്ചർ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ അസ്യൂം ചെയ്യേണ്ട ഒരു കാര്യം, ഈ റെസിസ്റ്റൻസ് തന്നിട്ടില്ല. സീരീസ് ഫീൽഡ് എന്തുമാത്രം റെസിസ്റ്റൻസ് ഉണ്ടെന്ന് ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ അതിന് പകരം പക്ഷെ പറഞ്ഞിരിക്കുന്ന ആർമേച്ചർ സർക്യൂട്ട് റെസിസ്റ്റൻസ് ഈസ് 0.6. അപ്പൊ നമുക്ക് അസ്യൂം ചെയ്യാൻ തൽക്കാലം ഈ റെസിസ്റ്റൻസും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് ഈ 0.6 എന്ന് അസ്യൂം ചെയ്യാം. കാരണം തന്നിട്ടില്ല. നോർമലി അതുകൂടെ തരും. ഇൻ കേസ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലം ഇത് അസ്യൂം ചെയ്യാം 0.6 ആണ്, രണ്ടും കൂടെ ചേർത്ത്, അല്ലാതെ പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ചെയ്യാനുള്ള വഴിയും മറ്റേതുപോലെ തന്നെയാണ്. എന്താണ്? ഒന്ന് ഡെവലപ്ഡ് ടോർക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 0.159 × 5 × ആ ഇക്വേഷൻ, തൊട്ട് മുമ്പത്തെ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. 0.159 × 5 × Z × IA × P/A അതിനകത്തെല്ലാം തന്നിട്ടുണ്ട്. 5 തന്നിട്ടുണ്ട്, 25 മില്ലി വെബർ തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട യൂണിറ്റ് ഒക്കെ ശ്രദ്ധിക്കുക. മില്ലി വെബർ ആണ്. മില്ലി വെബറിനെ വെബർ ആക്കി മാറ്റുക. × 10⁻³ ഉണ്ട്. ഓക്കെ, RA തന്നിട്ടുണ്ട്, IA തന്നിട്ടുണ്ട്, P തന്നിട്ടുണ്ട്, A തന്നിട്ടുണ്ട്, Y പോയിന്റിംഗ് ആയതുകൊണ്ട് A തന്നിട്ടുണ്ട്,
ഡയറക്റ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഡെവലപ്ഡ് ടോർക്ക്. നെക്സ്റ്റ് ചോദ്യം ഷാഫ്റ്റ് ടോർക്ക് എങ്ങനെ കിട്ടും? അപ്പോൾ ഷാഫ്റ്റ് ടോർക്ക് കണ്ടുപിടിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞത്, ഷാഫ്റ്റ് ടോർക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ടോർക്ക് ഇൻറ്റു സ്പീഡാണ് ഔട്ട്പുട്ട് പവർ. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലൈഡ് ശ്രദ്ധിക്കുകയാണ്. ടോർക്ക് ഇൻറ്റു 2πn/60. ലോഡ് തന്നിട്ടുണ്ട് 8.2 kW ആണെന്ന്, അതായത് 8.2 കിലോ മെക്കാനിക്കൽ പവർ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 8.2 kW ഈസ് ഈക്വൽ ടു ഡെവലപ്ഡ് യൂസ്ഫുൾ ടോർക്ക് ഇൻറ്റു 2πn/60. ഇത് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഈ എൻ കണ്ടുപിടിച്ചാൽ നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ എൻ എങ്ങനെ കണ്ടുപിടിക്കും? എൻ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ബാക്ക് EMF ഉപയോഗിക്കാം. ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ P = EB + IAR. EB നിങ്ങൾക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം 220 - 45 × 0.6. 45 നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കറണ്ട് ആണെന്ന് അസ്യൂം ചെയ്യുക. RA + RSC ആണ് അസ്യൂം ചെയ്യുക. എന്നിട്ട് ഈ ബാക്ക് EMFന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എൻ ഒഴിച്ച് ബാക്കി എല്ലാം തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്നിനെ സോൾവ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഷാഫ്റ്റ് ടോർക്ക്. ഓക്കെ, പ്രോബ്ലംസ് കുറച്ച് സ്പീഡിൽ ലാസ്റ്റ് പ്രോബ്ലം കുറച്ച് സ്പീഡിലാണ് പറയുന്നത്. സ്റ്റാർട്ടറുകളിലേക്ക് പോകാം. അപ്പോൾ ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് Q&A സെഷനിൽ ചോദിക്കാം. ഓക്കെ, സ്റ്റാർട്ടർ. അപ്പോൾ സ്റ്റാർട്ടറിന്റെ മെയിൻ ഫംഗ്ഷൻ ടാബിലൊക്കെ ചെയ്തിട്ടുണ്ടാവും, ഫ്യൂസൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റാർട്ടറുകളുടെ ഫംഗ്ഷൻ മെയിൻലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ലിമിറ്റ് ചെയ്യുക. ദാറ്റ്സ് എ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് മനസ്സിലാക്കുക. ആദ്യം നിങ്ങൾ ഇനിഷ്യൽ സർക്യൂട്ട് നോക്കുക. ഈ സർക്യൂട്ടിൽ ഇതാണ് നമ്മുടെ ഇക്വലന്റ് സർക്യൂട്ട്. അപ്പോൾ മോട്ടർ റെസ്റ്റിലാണ്. മോട്ടർ നിങ്ങൾ വെറുതെ അവിടെ ഇരിക്കുകയാണെങ്കിൽ മോട്ടറിൽ സ്പീഡില്ലെങ്കിൽ അത് ഒന്നിനെയും കട്ട് ചെയ്യുന്നില്ല. ആ കണ്ടക്ടേഴ്സ് ഒരു ഫ്ലക്സിനെയും കട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ബാക്ക് EMF 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതുവഴിയുള്ള കറണ്ട് I എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ഫുൾ വോൾട്ടേജ് V/RI. അതെന്ന് പറഞ്ഞാൽ വെരി ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് ആയിരിക്കും. അത്രയും കറണ്ട് വന്നു കഴിഞ്ഞാൽ ഈ മോട്ടർ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളുടെ ലാബിലൊക്കെ അതിന് സീരീസ് ആയിട്ട് ഒരു ഫ്യൂസ് വെച്ചിട്ടുണ്ട്. നോർമലി നമ്മൾ സഡൻ ആയിട്ട് ഓൺ ചെയ്യാൻ ഫ്യൂസ് ആണ് സാധാരണ അവിടെ ബേൺ ഔട്ട് ആയി പോകുന്നത്. ഇവിടെ ആർമേച്ചർ കറണ്ട് റെസ്ട്രിക്ട് ചെയ്യാൻ ഇൻ കേസ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ഒന്നും ഇല്ലെങ്കിൽ, ഫ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ, അത് മുഴുവൻ ആർമേച്ചർ വൈൻഡിങ്ങിലൂടെ പോകും, ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് വഴിയാണുള്ളത്? സ്റ്റാർട്ടിങ്ങിൽ ബാക്ക് EMF ഇല്ല. ആർമേച്ചർ റെസിസ്റ്റൻസ് നിങ്ങൾ മെഷർ ചെയ്തിട്ടുണ്ടോ? 1 Ω 2 Ω വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. ഈ കറണ്ടിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2-3 വഴിയുണ്ട്. ഒരു വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കൊടുക്കുന്ന വോൾട്ടേജ് വളരെ കുറച്ച് വോൾട്ടേജ് കൊടുക്കുക. ഒരു 10 വോൾട്ട് 20 വോൾട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഉണ്ടാകുന്ന കറണ്ട് അപ്പോഴും സ്റ്റിൽ ഫുൾ ലോഡ് കറണ്ടിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. അങ്ങനെ വോൾട്ടേജ് ചെറിയൊരു വോൾട്ടേജ് കൊടുക്കുമ്പോൾ മോട്ടർ പതുക്കെ റൺ ചെയ്ത് തുടങ്ങും. റൺ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ബാക്ക് EMF വരും. ബാക്ക് EMF വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വോൾട്ടേജ് കൂട്ടി കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെത്തേഡ് വേരിയബിൾ വോൾട്ടേജ് സോഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ചെയ്യാൻ പറ്റുന്നത് ഇതിൽ സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. ഓക്കെ, സീരീസ് ആയിട്ട് ഒരു വലിയ ലാർജ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. ആ റെസിസ്റ്റൻസ് എന്ത് ചെയ്തോളും? കറണ്ടിനെ കൺട്രോൾ ചെയ്തോളൂ, കറണ്ടിനെ കുറച്ചുകൊള്ളൂ. ഓക്കെ, ദിസ് ലാർജ് ഹൈ കറണ്ട് മേ ഡാമേജ് ദ ആർമേച്ചർ കറണ്ട്. ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദി ആർമേച്ചർ കറണ്ട് വേരിയബിൾ റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ്. എന്തുകൊണ്ടാണ് വേരിയബിൾ റെസിസ്റ്റൻസ്? വൺസ് ദ മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ റെസിസ്റ്റൻസ് ആ സർക്യൂട്ടിൽ ആവശ്യമില്ല. കാരണം റെസിസ്റ്റൻസ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ I2R ഡ്രോപ്പ് ഉണ്ടാവും, I2R ഹീറ്റ് ലോസ് ഉണ്ടാവും, മോട്ടോർ ഫുൾ സ്പീഡ് പറ്റില്ല. അതുകൊണ്ട് നിങ്ങളത് എഫിഷ്യന്റ് അല്ല. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത് കളയാനുള്ള പ്രൊവിഷനോട് വേണം. അതുകൊണ്ടാണ് വേരിയബിൾ റെസിസ്റ്റൻസ്. സ്റ്റാർട്ടിംഗ് റെസിസ്റ്റൻസ് ഈസ് റെഡ്യൂസ്ഡ് ആസ് ദ മോട്ടർ സ്റ്റാർട്ട്സ് അപ്പ് ഓർ മോട്ടർ സ്പീഡ്സ് അപ്പ്. റെസിസ്റ്റൻസ് ഈസ് കട്ട് ഓഫ് ഫുള്ളി. ഈ അറേഞ്ച്മെന്റ് ആണ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ടറുകൾ പലതരമുണ്ട്. 3 4 2 സ്റ്റാർട്ടർ ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് മോട്ടർ. മോട്ടറുകളുടെ ഏത് DC മോട്ടർ ഷണ്ട് ആണോ സീരീസ് ആണോ എന്നുള്ളതിനെ ആശ്രയിച്ചും നിങ്ങൾ സ്പീഡ് കൺട്രോൾ എംപ്ലോയ് ചെയ്യുന്നുണ്ടോ, സ്പീഡ് കൺട്രോൾ നിങ്ങൾ സ്പീഡ് ഒരുപാട് വേരി ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് സ്റ്റാർട്ടറുകൾ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഒരു സ്റ്റാർട്ടർ എടുക്കാം, 3 സ്റ്റാർട്ടർ. ഓക്കെ, ഉപയോഗിക്കുന്നത് നമ്മുടെ മോട്ടറിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടറിന്റെ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. സ്റ്റാർട്ടറിന്റെ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു. വോൾട്ടേജിനും ഈ പടം കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പടം വളരെ സിമ്പിൾ പടമാണ്, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഈ വോൾട്ടേജ് സോഴ്സിന്, ഇതാണ് വോൾട്ടേജ് സോഴ്സിന് ഈ ആർമേച്ചറിനും സീരീസ് ആയിട്ട് ഇടയ്ക്ക് റെസിസ്റ്റൻസ് കാണും. ഓക്കെ, ആ റെസിസ്റ്റൻസ് ആണ് ഈ കാണുന്ന റെസിസ്റ്റൻസ്. ഞാൻ പറഞ്ഞു ലാർജ് റെസിസ്റ്റൻസ് വേണം എന്ന് പറഞ്ഞു, ആ ലാർജ് റെസിസ്റ്റൻസ് ആണ് ഇത്. അപ്പോൾ ഇത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. സീരീസ് ആയിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? സപ്ലൈ വോൾട്ടേജ് വന്നു, സപ്ലൈ വോൾട്ടേജ് ഇങ്ങനെ കറണ്ട് വരികയാണെങ്കിൽ ഈ കോയിലിൽ കൂടെ കയറി ഇതിന്റെ ഹാൻഡിലിന്റെ പുറയിൽ കൂടെ ഇവിടെ വന്ന് നിൽക്കും. ഇവിടെയാണ് സപ്ലൈ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. നിങ്ങൾ ഈ ഓഫ് പൊസിഷനിലുള്ള സ്റ്റഡ് എപ്പോഴെങ്കിലും മൂവ് ചെയ്ത് 1 കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ 1 കൂടെ ഈ റെസിസ്റ്റൻസ് മുഴുവൻ കയറി
ആർമേച്ചറിലേക്ക് വരും. ആർമേച്ചറിന് സീരീസ് ആയിട്ട് എന്ത് വന്നു? ആർമേച്ചറിന് സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് വന്നു. അതുകൊണ്ട് കറണ്ട് എന്താവും? ഇനിഷ്യലി കുറവായിരിക്കും. ഓക്കെ, ഇനി ഈ പോയിന്റ് ഇതേ ടച്ച് ചെയ്യുന്ന അതേ സമയത്ത് കറണ്ട് ഇതാ ഈ പാത്തിലൂടെയും ട്രാവൽ ചെയ്യും. ഈ പാത്തിലൂടെ ട്രാവൽ ചെയ്ത് ഈ സോളിനോയിഡിൽ കൂടെ കയറി, ഈ മീൻസ് ഈ കോയിലിൽ കൂടെ കയറി ഫീൽഡ് വൈൻഡിങ്ങിന് കിട്ടും. ഫീൽഡ് വൈൻഡിങ്ങിന് സപ്ലൈ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീൽഡ് വൈൻഡിങ് ഫ്ലക്സ് ഉണ്ടായി, മോട്ടറിന് ചെറിയൊരു വോൾട്ടേജ് കിട്ടി, മോട്ടർ പതുക്കെ റൺ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ ബാക്ക് EMF ഡെവലപ്പ് ചെയ്യും. ബാക്ക് EMF ഡെവലപ്പ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? പതുക്കെ ഈ സ്റ്റാർട്ട് ഈ ഹാൻഡിൽ നമുക്ക് മൂവ് ചെയ്യാം. ഈ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പൊ ഈ പോയിന്റിലാണ് വന്ന് നിൽക്കുന്നത്, ഹാൻഡിൽ ഈ പോയിന്റിലാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ വേറെ കളർ ഉപയോഗിക്കാം. ഹാൻഡിൽ ഈ പോയിന്റിലാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ ഇപ്പൊ ഇത്ര റെസിസ്റ്റൻസ് കൂടെ പോയാൽ മതി. R2, R3, R4 കൂടെ പോയാൽ മതി. റെസിസ്റ്റൻസ് കുറഞ്ഞു, കൂടുതൽ വോൾട്ടേജ് കിട്ടി കഴിഞ്ഞാൽ ബാക്ക് EMF അനുസരിച്ച് കൂടും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഹാൻഡിലിനെ കട്ട് ചെയ്ത് ലാസ്റ്റ് ഈ പോയിന്റ് വരെ കൊണ്ടുപോകും. ഹാൻഡിലിനെ നമുക്ക് ഈ പോയിന്റ് വരെ കൊണ്ടുവരാം. ഓക്കെ, ഈ പോയിന്റ് കൊണ്ടുവന്നാൽ ഈ ഹാൻഡിൽ ഇവിടെ തന്നെ ഇരിക്കാനായിട്ടാണ് ഈ ഒരു കോയിൽ ഇവിടെ വെച്ചിരിക്കുന്നത്. അതിന് ഈ കോയിലിനെ അതുകൊണ്ട് ഹോൾഡ് ഓൺ കോയിൽ എന്നും പറയും, നോ വോൾട്ട് കോയിൽ എന്നും പറയും. എന്തുകൊണ്ടാണ് ഹോൾഡ് ഓൺ കോയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിനെ ഈ ഹാൻഡിലിനെ ഇവിടെ പിടിച്ചു വെക്കണം. കാരണം വൺസ് ദ മോട്ടർ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റെസിസ്റ്റൻസിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇതിനെ പിടിച്ചു നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോയിൽ, അതുകൊണ്ട് പറയുന്നത് ഹോൾഡ് ഓൺ കോയിൽ എന്ന് പറയും. ഓക്കെ, ഇനി ഇതിന് വേറൊരു ഒരു പേരുകളുണ്ട്, നോ വോൾട്ട് കോയിൽ. എന്താണെന്ന് പറഞ്ഞാൽ സപ്പോസ് നിങ്ങളുടെ മോട്ടറിന്റെ സപ്ലൈ കട്ടായി, നിങ്ങളുടെ KCB അല്ലെങ്കിൽ ഗ്രിഡ് നിങ്ങളുടെ മെയിൻ സപ്ലൈ കട്ടായെങ്കിൽ ഈ കോയിൽ ഇവിടെ തന്നെ ഇരിക്കും. ഓക്കെ, സപ്പോസ് ഇവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ കോയിൽ ഈ പൊസിഷൻ, അതായത് റൺ പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് കഴിഞ്ഞാൽ, സപ്പോസ് സപ്ലൈ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഈ സീരീസ് റെസിസ്റ്റൻസ് ഇല്ല, കറണ്ടിന് പോകാനുള്ള പാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ അടുത്ത കേൾക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഇതൊന്ന് തീർത്തിട്ട് മതിയോ സ്റ്റാർട്ടർ സെഷൻ? അതോ സ്റ്റാർട്ടർ ഒരു 2 മിനിറ്റ് കൂടെ കിട്ടുമെങ്കിൽ സ്റ്റാർട്ടർ. ഓക്കെ, അപ്പോ ഈ നോ വോൾട്ട് കോയിൽ പറയും. ഹലോ സർ. ക്വസ്റ്റ്യൻസ് എന്നാ ഡിസ്കസ് ചെയ്യാം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഇല്ല, ഒന്നുകൂടെ പറയാമോ? സോറി, ഒന്നും കേട്ടില്ല. ഒന്നുകൂടെ പറയാമോ? കേട്ടില്ല. പറഞ്ഞോണ്ടേ. ഹലോ, കേൾക്കുന്നു? പറഞ്ഞോണ്ട്. പറഞ്ഞോണ്ടേ, കേൾക്കാം. DC machines. Why can't we call AC motors as AC machines? Why can't we call? നമുക്ക് AC generators-ഉം AC motors-നും എന്താണ് AC machine? അറിയില്ല. AC നമ്മളിപ്പോ എനിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. AC മോട്ടറിനെയും AC ജനറേറ്ററിനെയും AC machines എന്നാണോ വിളിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ? AC മെഷീൻസിനെയും AC മോട്ടറിനെ AC മെഷീൻ വിളിക്കാലോ. എന്താ കുഴപ്പം? എന്താ രണ്ടിനകത്ത് AC സപ്ലൈ ആണല്ലോ. ടെക്നോളജി അല്ലേ, അത് വേരി ചെയ്യാം, അത് ആളനുസരിച്ച് വേരി ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. Sir, we have so many chats in the chat box. Wait. എന്നാൽ നമുക്ക് കൺസിഡർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കാം. ചാപ്റ്ററിന്റെ പോർഷൻസ് കംപ്ലീറ്റ് ആയിക്കോളൂ. ഓക്കെ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടെ പറയാമോ? ലാസ്റ്റ് പറഞ്ഞ പറയാമോ? എന്തോ സ്റ്റാർട്ടറിന്റെ ഇത് നമുക്ക് ഇത് 2-3 ക്വസ്റ്റ്യൻ നോക്കിയിട്ട് സ്റ്റാർട്ടറിന്റെ പോർഷൻ കംപ്ലീറ്റ്. ഓക്കെ. Why armature is laminated in a DC motor? DC motor എന്തുകൊണ്ടാണ് ആർമേച്ചർ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത്?
ഓക്കെ ഓക്കെ, അത് നൈസ് ക്വസ്റ്റൻ ആണ്. ആർമച്ചർ സി ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനീഷ്യൽ നിങ്ങൾ ആ ഫിഗറിലേക്ക് പോവുകയാണെങ്കിൽ, സോറി, ഇനീഷ്യൽ ഫിഗർ നിങ്ങൾ നോർത്താൽ മതി. ജസ്റ്റ് ഇതാ ഈ ഫിഗർ നോക്കുക. ഈ ഫിഗറിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഓരോ 180 ഡിഗ്രി കഴിയുമ്പോഴും നിങ്ങൾ ഇതുവഴിയുള്ള കറണ്ട് റിവേഴ്സ് ചെയ്യണം. പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ? അതായത് എ ബി തിരിച്ച് കറങ്ങി നോർത്ത് പോളിന്റെ അടുത്ത് വരുന്നു, സി ഡി എന്നുള്ളത് പോർഷൻ കറങ്ങി അവിടെ വരികയാണെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യണം. കറണ്ടിന്റെ ഡയറക്ഷൻ ഇവിടെ കണ്ടക്ടറിൽ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. എ ബിയിൽ ഇനിഷ്യലി എ ടു ബി ആണ് ഡ്രോ ചെയ്യുന്നതെങ്കിൽ, ഇനിഷ്യലി എ ടു ബി ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ, അതായത് ആ കണ്ടക്ടറിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഓരോ 180 ഡിഗ്രി കഴിയുമ്പോഴും അതിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. അതായത് അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് ഏതാണ്? എ സി ഫ്ലക്സ് ആണ്. മനസ്സിലായോ? അതായത് എ ബി എന്നുള്ള കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്ത് നോർത്ത് പോളിന് എടുത്ത് വന്നു. അങ്ങനെയാണെങ്കിൽ അതിലുണ്ടാകുന്ന കറണ്ട് എന്താണ്? ഇപ്പൊ ബി ടു എ ആയി. ശരിയല്ലേ? നോക്കിക്കേ, സി ടു ഡി പൊസിഷൻ ബി ടു എ ആയില്ലേ? ബി ടു എ ആയെങ്കിൽ എന്ത് സംഭവിക്കണം? എ സി കറണ്ട് ആയി. അത് പോസിറ്റീവ് നെഗറ്റീവ്. എ സി കറണ്ട് ആയി, പോസിറ്റീവ് നെഗറ്റീവ്. എ സി കറണ്ട് ആണെങ്കിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് എ സി ആയിരിക്കും. എ സി ഫ്ലക്സ് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? എ സി ഫ്ലക്സ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ലോസിലേക്ക് ലീഡ് ചെയ്യും. എഡി കറന്റ് ലോസിലേക്ക് ലീഡ് ചെയ്യും. അപ്പോൾ എഡി കറന്റ് ലോസ് കുറയ്ക്കാനായിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ഏരിയ കുറയ്ക്കുക, ലാമിനേഷന്റെ ഏരിയ കുറയ്ക്കുക. ഏരിയ കുറയ്ക്കുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂട്ടാം, റെസിസ്റ്റൻസ് കൂട്ടുന്നതനുസരിച്ച് കറണ്ട് കുറയ്ക്കാം. അതിനുവേണ്ടിയാണ് ലാമിനേറ്റ് ചെയ്യുന്നത്. ആർമേച്ചർ മാത്രം ലാമിനേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. Hello, sir. One second, sir. Sir, what are the conditions for maximum efficiency? Okay, maximum efficiency. നിങ്ങൾ ലോസുകൾ പഠിച്ചിട്ടുണ്ട്. വേരിയബിൾ ലോസും കോൺസ്റ്റന്റ് ലോസ് ഈക്വൽ ആവുന്ന കണ്ടീഷനാണ് മാക്സിമം എഫിഷ്യൻസി. അതായത് വേരിയബിൾ ലോസ് എന്ന് പറഞ്ഞാൽ മെഷീനിലെ പലതരം വേരിയബിൾ ലോസ് ഉണ്ട്. വേരിയബിൾ ലോസും കോൺസ്റ്റന്റ് ലോസ് ഈക്വൽ ആവും. അപ്പോൾ നിങ്ങൾ ബാക്ക് EMF V/2 1/2 ടൈംസ് ഓഫ് വോൾട്ടേജ് ആകുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം എഫിഷ്യൻസി കണ്ടീഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ കവർ ചെയ്തിട്ടില്ല, ആ ടോപ്പിക് ഇവിടെ കവർ ചെയ്തിട്ടില്ല. അതായത് അതിനുള്ള വഴി എന്ന് പറഞ്ഞാൽ മെഷീനിൽ ലോസുകളുണ്ട്, പലതരം ലോസുകളുണ്ട്. അപ്പോൾ കോൺസ്റ്റന്റ് ലോസും വേരിയബിൾ ലോസ് എപ്പോഴാണോ തുല്യമാവുന്നത്, ഏത് ലോഡിലാണോ തുല്യമാവുന്നത് ആ ലോഡിൽ നിങ്ങൾക്ക് മാക്സിമം എഫിഷ്യൻസി. Hello, sir. Question would be what are the losses in DC motors? Okay. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, കോൺസ്റ്റന്റ് ലോസും വേരിയബിൾ ലോസും. കോൺസ്റ്റന്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെയുള്ള ഷണ്ട് ഫീൽഡ് ലോസ്, ആ കറണ്ട് മാറുന്നില്ല, ആ ലോസ് ഒന്നും മാറുന്നില്ല. പിന്നെ കോർ ലോസുകൾ, അതായത് അയൺ ലോസ്, ഹിസ്റ്ററിസിസ് ലോസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊന്നും മാറുന്നില്ല. നോർമൽ അസ്യൂമിങ് ആർമേച്ചർ റിയാക്ഷനും അതിന്റെ എഫക്ട്സ് ഒക്കെ നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ നോർമലി അത് മാറുന്നില്ല. കോൺസ്റ്റന്റ് ലോസ് ആയിട്ട് വരുന്നത് കോർ ലോസ്, ഷണ്ട് ഫീൽഡ് ലോസ്, പിന്നെ വിൻഡേജ് ആൻഡ് ഫ്രിക്ഷൻ ലോസ്. കാരണം നോർമലി നമ്മളൊരു മോട്ടറിനെ റൺ ചെയ്യുന്നത് കോൺസ്റ്റന്റ് സ്പീഡിലായിരിക്കും. അങ്ങനെ വേരിയബിൾ സ്പീഡ് വരുന്ന കേസാണെങ്കിൽ നോർമലി വരുന്ന കേസാണെങ്കിൽ വിൻഡേജ് ലോസ് മാറും. പക്ഷെ നോർമലി ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസ് അത് കോൺസ്റ്റന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് വിൻഡേജ് ആൻഡ് ഫ്രിക്ഷൻ ലോസ്, കോർ ലോസ്, ഷണ്ട് ഫീൽഡ് ലോസ്, ഇത് മൂന്നും കോൺസ്റ്റന്റ് ആണ്. വേരിയബിൾ ലോസ് ആയിട്ട് പറയപ്പെടുന്നത് ആർമേച്ചർ കോപ്പർ ലോസ് ആണ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള രണ്ട് ലോസുകൾ. Okay, sir. How to improve commutation? കമ്മ്യൂട്ടേഷൻ ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ഇന്റർപോൾ ഉപയോഗിക്കാം, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ഉപയോഗിക്കാം. കമ്മ്യൂട്ടേഷൻ ഉപയോഗിക്കാനുള്ള രണ്ട് മെത്തേഡ്സ് അതൊക്കെയാണ്. ഒന്ന് ബ്രഷ് ഷിഫ്റ്റ് കൊടുക്കാം, ആർമേച്ചർ റിയാക്ഷൻ ആണ്, സോറി, കമ്മ്യൂട്ടേഷൻ ഇന്റർപോൾ ഉപയോഗിക്കാം. Okay, sir. അടുത്ത ക്വസ്റ്റ്യൻ പോട്ടെ. Okay, is armature torque is developed torque? Developed torque തന്നെയാണോ armature torque എന്നാണ് ചോദ്യം. അതെ, ആർമേച്ചർ ടോർക്ക് തന്നെയാണ് ഡെവലപ്ഡ് ടോർക്ക്. കാരണം ആർമേച്ചർ ഡെവലപ്പ് ചെയ്യുന്നതാണ്, ആർമേച്ചറിൽ ഡെവലപ്പ് ചെയ്യുന്ന പവറിന് തുല്യമായ മെക്കാനിക്കൽ പവറാണ്. അപ്പോൾ ആർമേച്ചർ ടോർക്ക് തന്നെയാണ്. Okay, sir. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. Okay, one more question, sir. Sir, a motor running in clockwise direction is suddenly changed into anti-clockwise direction. Then what happens? അതെങ്ങനെയാണ് നിങ്ങൾ സഡൻലി ചേഞ്ച് ചെയ്തത് ഡയറക്ഷൻ? മോട്ടോർ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അതിന് എങ്ങനെയാണ് നിങ്ങൾ പെട്ടെന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തത്? ഹൈപ്പോത്തറ്റിക്കലി ആണ്, എങ്ങനെ ചേഞ്ച് ചെയ്യും? മോട്ടോർ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, മോട്ടറിനെ എങ്ങനെ പെട്ടെന്ന് നിങ്ങൾ ആന്റി ക്ലോക്ക്വൈസ് കറക്കാൻ പറ്റും? ക്ലിയർ ആയില്ല. എങ്ങനെയാണ് ഡയറക്ഷൻ നിങ്ങൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്ത്? ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണോ പറഞ്ഞത്? അങ്ങനെയാണ് നിങ്ങൾ സപ്ലൈ റിവേഴ്സ് ചെയ്താൽ മതി. ഷണ്ട് മോട്ടറാണ് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല, റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. സഡനായിട്ട് റിവേഴ്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫീൽഡ് വൈൻഡിങ് സെപ്പറേറ്റ് മാറ്റുക, എന്നിട്ട് ഫീൽഡ് വൈൻഡിങ് ഷണ്ടിൽ നിന്ന് മാറ്റുക, എന്നിട്ട്
ആർമേച്ചർ സപ്ലൈ മാത്രം യൂസ് ചെയ്യാൻ പെട്ടെന്ന്. Okay. So there is another question. Can series wound DC motors be used instead of shunt DC motors for industrial fans and compressors? എന്തോ സീരീസ് മോട്ടോർ എവിടെ ഉപയോഗിക്കാം? Series wound motors be used instead of shunt DC motors for industrial fans and compressors. ഇല്ല, പറ്റൂല. കാരണം എന്ന് പറഞ്ഞാലേ സീരീസ് മോട്ടറിന്റെ ക്യാര ഒരു പർട്ടിക്കുലർ ക്യാര, അതായത് നോ ലോഡിലൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സീരീസ് മോട്ടർ നോ ലോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ അല്ല. അപ്പൊ നിങ്ങൾ ഷണ്ട് മോട്ടർ ആണെങ്കിൽ നോ ലോഡ് സ്റ്റാർട്ട് ചെയ്യാം. സീരീസ് മോട്ടർ ഈ നോ ലോഡ് സ്റ്റാർട്ട് ചെയ്ത ഹൈ സ്പീഡ് അറ്റൻഡ്, ഡേഞ്ചറസ് സ്പീഡ് അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ഒന്നും നോർമൽ ആപ്ലിക്കേഷൻസ് ഒന്നും ഉപയോഗിക്കാറില്ല. സാധാരണ ട്രാക്ഷൻ അങ്ങനത്തെ ആപ്ലിക്കേഷൻ ഒക്കെയാണ്, അതായത് ഹൈ ടോർക്ക് ഡ്രൈവ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ്, ട്രെയിൻ അങ്ങനത്തെ സ്ഥലത്തൊക്കെ സീരീസ് മോട്ടർ ഉപയോഗിക്കാറുള്ളൂ. ഷണ്ട് മോട്ടർ ഉപയോഗിക്കുന്ന സ്ഥലത്ത് സീരീസ് മോട്ടർ നോർമലി ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ പിന്നെ ലോഡ് ഫിക്സ്. ഹലോ സർ, ഓഡിയോ ബ്രേക്ക് ആയിട്ടുണ്ട്. ഹലോ, പറ്റില്ല, കാരണം സീരീസ് മോട്ടറിന്റെ ക്യാര വേറെയാണ്. സീരീസ് മോട്ടറിനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് വേറെയാണ്, ഉപയോഗിക്കാൻ പറ്റില്ല അവിടെ. സർ എന്നാൽ ലാസ്റ്റുള്ള പോർഷൻ കംപ്ലീറ്റ് ചെയ്തോളൂ. ഓക്കെ ഓക്കെ, താങ്ക്സ്. താങ്ക് യു. എത്ര മിനിറ്റ് ഉണ്ട്? ക്വസ്റ്റ്യൻ ആക്ച്വലി 2 മിനിറ്റ് കൂടിയേ ഉള്ളൂ സാർ. മാക്സിമം നോക്കിക്കോളൂ. നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തോന്ന് വിചാരിക്കുന്നു. ഞാൻ ചെയ്യാം, ബാക്കി ഞാൻ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കോയിൽ, അതായത് ഈ പറഞ്ഞ നമ്മുടെ ഹാൻഡിൽ ഇവിടെ വന്ന് നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ പെട്ടെന്ന് സപ്ലൈ പോയി കഴിഞ്ഞാൽ ഹാൻഡിൽ ഇവിടെ ഇരിക്കുകയാണ്, എന്നിട്ട് പെട്ടെന്ന് സപ്ലൈ തിരിച്ചു വന്നു വിചാരിക്കുക. അങ്ങനെയാണ് ഈ ഹാൻഡിൽ നോക്കിക്കേ, ഈ കറണ്ടിനുള്ള പാത ഇപ്പൊ നോക്കിക്കേ, ഇവിടുന്ന് വന്നിട്ട് ദാ ഇങ്ങനെ കയറി ഇങ്ങനെ പോകും. അപ്പം സീരിയസ് ആയിട്ട് റെസിസ്റ്റൻസ് ഒന്നുമില്ല, പ്രൊട്ടക്ട് ചെയ്യാൻ ഫ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ മോട്ടർ ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് സപ്ലൈ കട്ടായാൽ ആ സമയം തന്നെ നിങ്ങൾ ഈ ഫിഗർ ഒന്ന് ചെക്ക് ചെയ്യുക. സപ്ലൈ കട്ടായി കഴിഞ്ഞാൽ നോക്കിക്കേ, ഈ സോളനോയിഡിലേക്കുള്ള സപ്ലൈ വരുന്നത് വരുന്നത്. അപ്പോൾ സപ്ലൈ കട്ടായി കഴിഞ്ഞാൽ ഈ സോളനോയിഡിലേക്കുള്ള പവർ സപ്ലൈ കട്ടാവും. സോളനോയിഡ് മാഗ്നറ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ ഈ സാധനം തിരിച്ച് റിവേഴ്സ് ചെയ്ത് പോകണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സ്പ്രിങ്ങും വെച്ചിട്ടുണ്ട് തിരിച്ചതിനെ കൊണ്ടുപോകാനായിട്ട്. അപ്പം വോൾട്ടേജ് ഈ സ്റ്റാർട്ടറിനെ തിരിച്ച് ഇനീഷ്യൽ പൊസിഷനിൽ അത് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് മറ്റൊരു പേരോടും ഉണ്ട്, നോ വോൾട്ട് കോയിൽ. ഓക്കെ, ഇനി അഡീഷണൽ ആയിട്ടുള്ള ഒരു കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണാൻ പറ്റുന്ന അഡീഷണൽ ആയിട്ടൊരു കോയിൽ ഇവിടെ ഉണ്ടല്ലോ, ഈ സോളനോയിഡിൽ. ഓക്കെ, ഈ സോളനോയിഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സപ്പോസ് നിങ്ങളുടെ മെഷീൻ ഓവർലോഡാണ്, നിങ്ങളെ റേറ്റഡ് ലോഡിനേക്കാൾ വലിയ ലോഡ് കണക്ട് ചെയ്താൽ ഈ മോട്ടറിന്റെ ആർമേച്ചർ കറണ്ട് കൂടാൻ തുടങ്ങും. ആർമേച്ചർ കറണ്ട് കൂടിയെന്ന് വെച്ച് ഒരിക്കലും ഈ സോളനോയിഡ് വിട്ടുപോകാൻ സാധ്യതയില്ല. അതായത് ഈ സോളനോയിഡ് ആർമേച്ചർ കറണ്ട് കൂടിയെന്ന് വിട്ടുപോകാൻ സാധ്യതയില്ല, അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. അപ്പം കറണ്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഈ മോട്ടർ ഡാമേജ് ആവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ തിരിച്ചു കൊണ്ടുപോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് സീരീസ് ആയിട്ട്, അതായത് നിങ്ങളുടെ സപ്ലൈക്ക് സീരീസ് ആയിട്ട് ഒരു സോളനോയിഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറണ്ട് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്ത് സംഭവിക്കും? ഈ സോളനോയിഡിലെ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. ഈ ലിവറിനെ അട്രാക്ട് ചെയ്യും. ഈ ലിവറിനെ അട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 പോയിന്റ് നോക്കിക്കേ, ലിവറിനെ അട്രാക്ട് ചെയ്ത് ഈ പോയിന്റ് ഷോർട്ടായി. ഈ 2 പോയിന്റ് ഷോർട്ടായെങ്കിൽ അർത്ഥം എന്താ? ഇത് രണ്ടും വരുന്ന ഇവിടുന്ന ഈ 2 പോയിന്റ് ഷോർട്ടായി. ഈ 2 പോയിന്റ് ഷോർട്ടായെങ്കിൽ കറണ്ട് ഇപ്പൊ എങ്ങനെ ഫ്ലോ ചെയ്യുന്നതാ? ഇതുവഴി വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വരുന്ന കറണ്ട് ഒരിക്കലും ഇനി സോളനോയിഡ് കൂടെ പോകേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ലോ റെസിസ്റ്റൻസ് പാത്ത് ഉണ്ട്. അപ്പൊ ഇതുവഴി കയറി ഇങ്ങനെ തിരിച്ച് കറങ്ങിപ്പോകും. ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് പറ്റും? ഈ സോളനോയിഡ് എന്നുള്ള പവർ സപ്ലൈ കട്ടായി. ഈ സാധനം എന്ത് ചെയ്യും? തിരിച്ച് അതിന്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് പോകും, മോട്ടോർ ഓഫ് ആവും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഓവർലോഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയും. ഓക്കെ, അതാണ് 3 പോയിന്റ് സ്റ്റാർട്ടർ. ഇത് 3 പിന്നുകളുണ്ട്. അപ്പോൾ ഉപയോഗിക്കുന്നത് ഷണ്ട് ഫീൽഡിലായിരിക്കും. ഇതിനുള്ള ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ സ്പീഡ് കൺട്രോൾ അടുത്ത ഈ മോഡ്യൂളിൽ തന്നെ നിങ്ങൾ പഠിക്കും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് നിങ്ങൾ കണക്ട് ചെയ്യും. ആ റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെയാണ് നിങ്ങൾ ഫ്ലക്സ് വീക്കനിങ് എന്നൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് വഴി സ്പീഡ് കൺട്രോൾ ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഇതുവഴിയുള്ള കറണ്ട് കണ്ടോ, ഈ റെസിസ്റ്റൻസ് ഇവിടെ ഇട്ട ഇതുവഴിയുള്ള കറണ്ട് കുറയും. ഇതുവഴിയുള്ള കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവഴിയുള്ള കറണ്ട് ഈ പാർട്ടിലുള്ള കൂടെയുള്ള കറണ്ട് കുറഞ്ഞാൽ സോളനോയിഡിന്റെ കറണ്ട് കുറയും, സോളനോയിഡിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് കുറയും, സോളനോയിഡ് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കൊണ്ടുവന്ന അത് ഒഴിവാക്കാനായിട്ടാണ് 4 പോയിന്റ് സ്റ്റാർട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ട ആപ്ലിക്കേഷൻസിൽ നമ്മൾ
ഒരു ചെറിയ വ്യത്യാസം വരുത്തും. എന്ത് വ്യത്യാസം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഷണ്ട് ഫീൽഡ് ഇതാണ് നമ്മുടെ സോളിനോയിഡിലേക്കുള്ള സപ്ലൈ. അത് ഷണ്ട് ഫീൽഡുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഷണ്ട് ഫീൽഡ് ഇവിടെ വേറെയാണ്. കണ്ടോ, അത് വേറെയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ റെസിസ്റ്റൻസ് ഇട്ട് വേരി ചെയ്താലും ഈ സോളിനോയിഡിൽ കൂടെയുള്ള കറണ്ടിനെ അത് ബാധിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാം. അതിനുവേണ്ടിയാണ് 4 പോയിന്റ് സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത്. ബാക്കി സെയിം, ബാക്കി നോ വോൾട്ട് കോയിലിന്റെ പ്രിൻസിപ്പിൾ സെയിം, ഓവർലോഡ് റിലീസിന്റെ പ്രിൻസിപ്പിളും സെയിം. 2 പോയിന്റ് സ്റ്റാർട്ടർ സീരീസ് മോട്ടർ ഉപയോഗിക്കുന്നു. സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്. അഡീഷണൽ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ അഡീഷണൽ ആയിട്ട് വ്യത്യാസം എന്ന് പറയാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, സീരീസ് മോട്ടർ നോ ലോഡ് കഴിഞ്ഞാൽ മോട്ടർ സാധ്യതയുണ്ട്. കാരണം ഡേഞ്ചറസ് സ്പീഡ് അറ്റൻഡ് ചെയ്യുക. അതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ സോളനോയിഡ് കണ്ടോ, ഈ സീരീസ് ഫീൽഡ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതുവഴി എന്തെങ്കിലും കാരണവശാൽ ലോഡ് കുറയും. ലോഡ് കുറഞ്ഞാൽ നമുക്കറിയാം ആർമേച്ചർ കറണ്ട് കുറയും. ഈ കറണ്ടും കുറയും, സോളിനോയിഡിലുള്ള കറണ്ട് കുറയും. സോളിനോയിഡിലുള്ള കറണ്ട് കുറഞ്ഞാൽ ഈ സാധനം എന്ത് ചെയ്യും, തിരിച്ച് റിവേഴ്സ് അടിക്കും, മെഷീനെ പ്രൊട്ടക്ട് ചെയ്യും. നോ ലോഡിൽ പ്രൊട്ടക്ട് ചെയ്യാനും കൂടെ ഈ അറേഞ്ച്മെന്റ് ഉപകരിക്കും. ഓക്കെ, സ്റ്റാർട്ടറുകളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ലെന്തി ആയിപ്പോയി, കുറച്ച് സ്പീഡ് എടുക്കേണ്ടി വന്നു. സോറി ഫോർ ദാറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ VL തെരേജ ചാപ്റ്റർ 29 റെഫർ ചെയ്യാം, അല്ലെങ്കിൽ VK മേത്തയുടെ പുസ്തകം റെഫർ ചെയ്യാം. അത് രണ്ടും സിമ്പിൾ, മനസ്സിലാവുന്ന ഇംഗ്ലീഷിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്, ടഫ് അല്ല. ഓക്കെ, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. Hello sir, thank you for your great session. I think hope everyone enjoyed a lot and they have got very valuable information for their academics. And thank you for everyone for attending the session. And thank you, sir. Please, could you please turn off your audio and video? Okay, we are fine. Okay, thank you for ASAP team, especially Panu, Vishnu and Karthik for arranging the session. They were actually they have done a lot in the background. അതായത് ഈ നിങ്ങൾ കാണുന്ന പ്ലാറ്റ്ഫോം ഒക്കെ എന്നെ ഉപയോഗിക്കാൻ സഹായിച്ച അവരാണ്. അപ്പോൾ റിയലി അവർക്ക് നല്ലൊരു താങ്ക്സ് ഞാൻ എക്സ്പ്രസ് ചെയ്യണം. താങ്ക് യു.